ശുശ്രൂഷയ്ക്കായി വായിക്കുന്നു യോന 4:11. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,25,000 ശിൽവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. മതി. ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത 1,20,000 ചുല്ലുവാനും മനുഷ്യരും മൃഗങ്ങളോടും മഹാനഗരമായ നിനവയിലെ ജനത്തോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. എനിക്കൊരു മനസ്സലിവ്, എനിക്കൊരു സഹതാപം, എനിക്കൊരു വേദന ഹല്ലേലൂയ തോന്നാതിരിക്കാൻ പറ്റുമോ? അയ്യോ ഭാവം തോന്നാതിരിക്കാൻ പറ്റും. അപ്പൊ ദൈവത്തിന്റെ ഒരു അള്ളപ്പാടാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മുടെ ദൈവം നമ്മളോട് മനസ്സലിയുന്നൊരു ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മളോട് എന്താണ്? മനസ്സലിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇനി സങ്കീർത്തനം 145:8 വായിച്ച്. സങ്കീർത്തനം 145:8. സങ്കീർത്തനം 145:8. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ. മതി. അപ്പൊ സർവശക്തനായ ദൈവം കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ള ദൈവം. കരുണയുള്ള, ദീർഘക്ഷമയുള്ള, മനസ്സലിയുന്ന മഹാദൈവം. അപ്പൊ ഇവിടെയും പറയുന്നു നമ്മുടെ ദൈവം മനസ്സലിവിന്റെ ദൈവമാണ്. നമ്മുടെ ദൈവം എന്തിന്റെ ദൈവമാണ്? മനസ്സലി, കരുണ തോന്നുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ. അപ്പം യോനയോട് ദൈവം പറയുകയാണ് എനിക്ക് മനസ്സലിവ് ദേശത്തോട് തോന്നിക്കൂടായോ? സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവം കൃപയും മഹാദയയും മനസ്സലിവുള്ള ദൈവമാണ്. ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ് കൃപ കാണിക്കുന്ന, മനസ്സലിവ് കാണിക്കുന്ന ഒരു മഹാദൈവം. ഇനി പഴയ നിയമത്തിലും ദൈവം മോശയോട് വെളിപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 4 മുതൽ 6 വരെ വാക്യം വായിച്ചേ. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം അതിന്റെ 4, 5, 6 വാക്യങ്ങൾ. ഹല്ലേലൂയ. അങ്ങനെ മോശ മുമ്പിലത്തെ പോലെ 2 കൽപ്പലക ചെത്തി അതികാലത്തെ എഴുന്നേറ്റു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ സീനായി പർവ്വതത്തിൽ കയറി കൽപ്പലക 2 കയ്യിലെടുത്തുകൊണ്ട് പോയി. അപ്പോൾ യഹോവ മേഘത്തിലിറങ്ങി, സർവശക്തൻ മേഘത്തിലിറങ്ങി അവിടെ അവന്റെ അടുക്കൽ നിന്നും യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. ഇനി 6-ാമത്തെ വചനം എല്ലാവരും ശ്രദ്ധിച്ചോണം. യഹോവ അവന്റെ മുമ്പാകെ കടന്നു, അതായത് സർവശക്തനായ ദൈവം തന്നെ മോശയുടെ മുമ്പാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ യഹോവയായ ദൈവം, കർത്താവായ ദൈവം കരുണയും കൃപയുമുള്ളവൻ ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ. ദൈവത്തിന്റെ സ്വഭാവം കർത്താവ് തന്നെ വെളിപ്പെടുത്തി മോശയുടെ മുമ്പാകെ ആ മഹത്തേറിയ സാന്നിധ്യത്തിന്റെ തേജസ്സിന്റെ മുമ്പിൽ പറയുക, ഞാൻ കരുണയുള്ള ദൈവമാണ്, ഞാൻ കൃപ കാണിക്കുന്ന ദൈവമാണ്, ഞാൻ ദീർഘക്ഷമ കാണിക്കുന്ന ദൈവമാണ്, മഹാദയയും വിശ്വസ്തതയുമുള്ള ദൈവം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ് എന്താണ്? കരുണ കാണിക്കുന്ന മനസ്സലിവുള്ള മഹാദൈവം. ഇനി നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരാം. അവിടെ പറയാണ് എനിക്ക് നിനവയോലും അവിടുത്തെ 1,20,000 ചില്ലുവാനം ജനത്തോടും മൃഗത്തോടും എനിക്ക് മനസ്സലിവ് തോന്നിക്കൂടായോ? യോനേ, എനിക്ക് ഈ ജനത്തോട് മനസ്സലിവ് തോന്നിക്കൂടായോ? അപ്പൊ എനിക്ക് മനസ്സലിവ് കാണിക്കണം. വിശുദ്ധ ബൈബിളിൽ ഇനി ശ്രദ്ധിച്ചോണം, വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് യോനയുടെ പുസ്തകം. നമ്മൾ പെട്ടെന്ന് അധികം ശ്രദ്ധിക്കത്തില്ലെങ്കിലും യോനയുടെ പുസ്തകം വളരെ ഉയർന്നു നിൽക്കുന്ന അനേക പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് യോനയുടെ പുസ്തകം. നമുക്ക് സാധാരണ സൺഡേ സ്കൂൾ സ്റ്റോറിയിൽ യോനയെ കുറിച്ച് അറിയാവുന്നൊരു ചെറിയൊരു കാര്യമുണ്ട്. അത് മാത്രമാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത്. എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് പല പ്രാവശ്യം ഉദ്ധരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ സംഭവമാണ് യോനയുടെ പുസ്തകത്തിലെ സംഭവം. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോ ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിന്റെ അടുക്കൽ വന്ന്, മത്തായി 12 കിടപ്പുണ്ട്, യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു,
ഞങ്ങൾക്ക് ആകാശത്തുനിന്ന് ഒരു അടയാളം വേണം. ഞങ്ങൾക്ക് ആകാശത്തുനിന്ന് ഒരു അടയാളം. നിങ്ങൾ ഇനി ഈ വരുന്ന മെസ്സേജ് വളരെ ശ്രദ്ധിക്കും. ഇത് ഭയങ്കര ഡെലിവറൻസ് ഇറങ്ങാൻ പോകുന്ന ഒരു മെസ്സേജാണ്. നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് തരികയാണ്. ഇത് ഏറ്റെടുത്താൽ ഇന്നൊരു ഭയങ്കര നിറവ് ഇതിന്റെ അകത്ത് ഇന്ന് ദൈവാത്മാവ് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആകാശത്തുനിന്ന് അടയാളം വേണം. അപ്പൊ യേശു പറഞ്ഞു വ്യഭിചാരവും കോട്ടവുമുള്ള നശിച്ച ഈ തലമുറ അടയാളങ്ങൾ അന്വേഷിക്കുന്ന തലമുറയാണ്. എന്നിട്ട് യേശു പറയുന്ന ഒരു കാര്യം പറയുന്നു, യോനയുടെ അടയാളമല്ലാതെ വേറൊരു അടയാളം ഇനി ഇല്ല. യോന മാനസാന്തരം പ്രസംഗിച്ചു, നിനവേക്കാർ മാറ്റം വന്നെങ്കിൽ ഇതാ യോനേക്കാളും വലിയവൻ വന്നിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. ഹല്ലേലൂയ. വീണ്ടും മത്തായി 12 പറയുമ്പോൾ വീണ്ടും 16 നോക്കിയോണം, ഒരേ അതിൽ തന്നെ വീണ്ടും 16 യേശുവിന്റെ അടുക്കൽ വന്ന് ആകാശത്ത് അടയാളം കാണിക്കണം. അപ്പോൾ യേശു പറഞ്ഞു, വൈകുന്നേരമാകുമ്പോൾ ചുമന്ന ആകാശം കാണുമ്പോൾ നാളെ നല്ല പ്രഭാതമാകും, നല്ല ദിവസമാകുന്നു നിങ്ങൾ ആകാശ ലക്ഷണങ്ങളെ വിവേചിക്കുന്നു. രാവിലെ സമയത്താണ് ആകാശം മൂടി ചുമന്ന് കണ്ടാൽ ഇന്ന് മഴയുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ആകാശ ലക്ഷണങ്ങളെ കണ്ട് വിവേചിക്കാൻ പറ്റും. എന്നാൽ ഈ തലമുറയോട് ഞാൻ പറയുന്നു, യോനയുടെ അടയാളമല്ലാതെ വേറൊരു അടയാളമില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിലും കിടപ്പുണ്ട്. അപ്പൊ അനേക സുവിശേഷങ്ങളിൽ അത് കിടക്കുന്നു. യേശു പല പ്രാവശ്യം എടുത്തു പറഞ്ഞു, യോനയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അടയാളമല്ലാതെ വേറൊരു അടയാളമില്ല. അപ്പോൾ തന്നെ യേശു പറഞ്ഞു, യോന മത്സ്യത്തിന്റെ വയറ്റിൽ ഉദരത്തിൽ 3 ദിവസം പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രനും ഇരിക്കേണ്ടതാകുന്നു. യേശു മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നത് ഈ സംഭവമായിട്ട് കമ്പയർ ചെയ്താണ് യേശു കർത്താവ് സുവിശേഷങ്ങളിൽ പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, ഗൗരവമുള്ള ഒരു കാര്യമാണ് യോനയുടെ പുസ്തകത്തിൽ സംഭവിച്ച കാര്യം. യേശു പല പ്രാവശ്യം കോട്ട് ചെയ്ത് പറഞ്ഞു യോനയെ കുറിച്ച്. വേറെ അടയാളമില്ല. യോന 3 ദിവസം മത്സ്യത്തിന്റെ ഉള്ളിൽ ഇരുന്ന പോലെ മനുഷ്യപുത്രനും ഇരിക്കും. യോന പുറത്തു വന്ന പോലെ മനുഷ്യപുത്രൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ എന്തോ നല്ലൊരു കമ്പാരിസൺ ഉള്ളതാണ്. അപ്പൊ അതിശക്തമേറിയ ദൂത്, അതിശക്തമേറിയ അടയാളം, ഈ തലമുറയ്ക്കുമുള്ള ഒരു അടയാളം യോനയുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. അതാണ് ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകലും നമുക്കുള്ള ദൂത്, നമ്മളോട് സംസാരിക്കേണ്ട ചില അടയാളങ്ങൾ യോനയുടെ പുസ്തകത്തിൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. എന്തെന്നറിയാമോ? എല്ലാവരും ഒന്ന് എടുത്ത് യോനയുടെ പുസ്തകം 1-ാം അധ്യായം എടുത്തേ. താങ്ക് യു ജീസസ്. അതിന്റെ 1 മുതൽ ചില വാക്യങ്ങൾ ഒന്ന് ആദ്യം 1-ഉം 2-ഉം ആദ്യം ഒന്ന് വായിച്ചേ. അമിത്ഥായുടെ മകനായ, ഒരു മിനിറ്റ് എല്ലാവരും എടുത്തൊന്ന് വിശ്വസിക്കുന്നു, യോന. ഇനി വായിച്ചു. അമിത്ഥായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്ന്. ഒന്ന് നിൽക്കണമേ. അമിത്ഥായുടെ മകനായ യോന എന്ന് പറയുന്ന പ്രവാചകന് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായി. 1-ാമത്തെ അടയാളം, ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം മറുപടി തരുന്ന ദൈവമാണ്. യോനയുടെ പുസ്തകത്തിൽ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സകല ജനത്തോടുള്ള ദൈവത്തിന്റെ ദൂത്, ഹല്ലേലൂയ, വെറുതെ മിണ്ടാതിരിക്കുന്ന ഊമ വിഗ്രഹമല്ല. കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത ഏതോ ഒരു ശൂന്യത ദൈവമല്ല. നമ്മുടെ ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്ന ദൈവമാണ്. ജീവനുള്ള ദൈവമാണ്. ഇന്ന് പകല് യോനയുടെ പുസ്തകം വിളിച്ചു പറയുന്നു, നീ ആരാധിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന, നീ സേവിക്കുന്ന ദൈവം നിന്നോട് സംസാരിക്കുന്ന ദൈവമോ. ഹല്ലേലൂയ. അത് ദൈവദാസന്മാരുടെ ദൂത് കൂടെ സംസാരിക്കും. നിന്റെ പ്രാർത്ഥനയിൽ ദൈവം സംസാരിക്കും. നീ വചനം വായിക്കുമ്പോൾ ദൈവം സംസാരിക്കും. ഒരു പാട്ടിൽ കൂടെ ദൈവം സംസാരിക്കും. ഏത് വിധനയും ദൈവം സംസാരിക്കും. അവരൊക്കെ പറയേണ്ട ദൈവം സംസാരിക്കുന്ന ദൈവം എന്ന് പറയാം. ദൈവം സംസാരിക്കുന്ന ദൈവ. ഒരാൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവന് ജീവനുണ്ടെന്ന അർത്ഥം. ഇന്നും ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിച്ച് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. യോനയ്ക്ക് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. ഇന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കയറേണ്ട ഒരു അടയാളം, ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ഇതിന്റെ വിഷയത്തോട് സംസാരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഉള്ളങ്ങളോട് ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ദൈവം തന്റെ ജനത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലും നിങ്ങൾ ഹൃദയം തുറന്നിരുന്നാൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. ദൈവം നിങ്ങളോട് സംസാരിക്കും. അടുത്ത വാക്ക്, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാം. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. രണ്ടാമത് അവന്റെ മേൽ ഒരു വിളി കൊടുക്കുകയാണ്. ഒരു വിളി, ഒരു ദൗത്യം കൊടുക്കുകയാണ്. നീ നിനവേ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്ക് ചെല്ലണം. അതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? അതിന് വിരോധമായി പ്രസംഗിക്കാൻ ഞാൻ അതിനെ എന്ത് ചെയ്യാൻ
കാരണം അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ പ്രാർത്ഥന എത്തുന്ന പോലെ ഒരു കാര്യം കൂടെ ദൈവസന്നിധിയിൽ എത്തും. എന്തെത്തും? ദുഷ്ടത, മ്ലേച്ഛത. ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ജനത്തിന്റെ പ്രാർത്ഥനയും ആരാധനയും മാത്രമല്ല, ഒരു സമൂഹം കാണിക്കുന്ന മ്ലേച്ഛതയും എന്ത് ചെയ്യും? ദൈവസന്നിധിയിൽ എത്തും. നോഹയുടെ കാലത്തും അത് സംഭവിച്ചു. അതുകൊണ്ടാണ് ഭൂരിപക്ഷം വെള്ളത്തിൽ ഒലിച്ച് നശിച്ചു പോയത്. നീതിമാനായ നിഷ്കളങ്കനായി നിന്ന നോഹയും കുടുംബം മാത്രം പെട്ടകത്തിൽ കൂടെ രക്ഷപ്പെട്ടു. ദൈവം സ്നേഹമാനാണ്. അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ദൈവം തീക്ഷ്ണതയുള്ള ദൈവവും കൂടാണ്. അപ്പൊ ദൈവം ഇതൊരിക്കലും എന്ത് ചെയ്യത്തില്ല? ദുഷ്ടത വെച്ചു പൊറിപ്പിക്കുന്ന ദൈവമല്ല. അപ്പൊ നമ്മൾ ചെയ്തു കൂട്ടുന്ന ദുഷ്ടത മുഴുവൻ എവിടെ ചെല്ലും? എവിടെ ചെല്ലും? അപ്പൊ ഒരു രണ്ടാമത്തെ അടയാളം ശ്രദ്ധിച്ചോണം. ചെയ്തു കൂട്ടുന്ന ദുഷ്ടത ആര് കണ്ടില്ലേലും കാണുന്നൊരു സംഭവമുണ്ട്. അപ്പം എന്നിട്ട് പറയാണ്, ഞാൻ നിന്നെ ഒരു ദൗത്യം ഏൽപ്പിക്കാൻ പോവാ. നീ ചെന്ന പട്ടണത്തിൽ ചെന്ന് എന്ത് ചെയ്യണം? അതിന് വിരോധമായി പ്രസംഗിക്കണം. ഒരു വിളി ഏൽപ്പിക്കുകയാണ്, ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന് എപ്പോഴും തന്റെ ജനത്തോട് സംസാരിക്കുന്ന തന്റെ ജനത്തിന് നമ്മെ കുറിച്ചൊക്കെ ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയുണ്ട്. ഒരു വിളി നമ്മുടെ മേലുണ്ട്. ആ വിളി നമ്മൾ തിരിച്ചറിയണം. ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാം അതിന്റെ വിളി. പക്ഷെ യോനെ വിളിക്കുകയാണ്, എനിക്ക് നിന്നെ കൊണ്ടൊരു പദ്ധതിയുണ്ട്. ദൈവവൈതലിനോട് എല്ലാവരോടും ഒരു ദൂതുണ്ട്. നമ്മെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം, അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷെ ദൈവത്തിന് നമ്മളെ കുറിച്ച് എല്ലാം പദ്ധതിയുണ്ട്. ഏത് ലെവലിൽ ജോലി ചെയ്യുന്നവരാകട്ടെ, ഏത് അനുഭവങ്ങളിൽ നിൽക്കുന്നവരാകട്ടെ, ദൈവത്തിന് നമ്മെ കുറിച്ച് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ബൈബിൾ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, നെഹമ്യാവ് എന്നൊരു മരഞ്ഞ മനുഷ്യനെ രാജകൊട്ടാരത്തിൽ ഉന്നത പദവിക്കകത്ത് ഇരുത്തിയത് എന്തിനാ? അവന് നല്ല സാലറിയും നല്ല സെറ്റപ്പും കൊണ്ട് ഇരുത്തിയത് എന്തിനാ? ഹല്ലേലൂയ. മറ്റാർക്കും ഇല്ലാത്ത അനുഭവം, രാജകൊട്ടാരത്തിൽ ഉന്നത പവർ പൊസിഷൻ കിട്ടി. എന്തിനറിയുമോ? നീ ആ രാജകൊട്ടാരത്തിൽ ജോലി ചെയ്താലേ എന്റെ ദൈവജനത്തിന്റെ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകൾ കെട്ടിപ്പൊക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്നത് ആത്മീയ ശുശ്രൂഷയുടെ കാര്യം മാത്രമല്ല, ആത്മീയ ശുശ്രൂഷ മാത്രമല്ല, നമ്മളൊരു ഭൗതിക മണ്ഡലത്തിൽ ഉയർന്നാലും ഭൗതികമായി നന്മ പ്രാപിച്ചാലും അതിനും ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. കാരണം അത് നിന്റെ കയ്യിൽ വന്നാലേ അത് ഇപ്പുറത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകൽ ഹല്ലേലൂയ വരുന്ന ദിവസങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ് യേശുവിന്റെ ക്രൂശീകരണവും അടക്കവും പുനരുത്ഥാനവും. ഹല്ലേലൂയ. യേശു മരിച്ചപ്പോൾ, ഹല്ലേലൂയ, ക്രൂശിൽ കിടന്ന് തൂങ്ങിയപ്പോൾ എല്ലാരും വന്ന് ചോദിച്ചാൽ ആ ബോഡി വിട്ട് തരത്തില്ല. ഹല്ലേലൂയ. അവിടെ ചെന്ന് രാജകൊട്ടാരത്തിൽ ചെന്ന് ചോദിക്കേണ്ട ഉന്നത പവറുള്ള പൊസിഷനുള്ള മന്ത്രി തലത്തിലുള്ള അരിമത്യക്കാരൻ ജോസഫ് ചോദിച്ചപ്പോ രാജാക്കന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇങ്ങ് തന്നേക്ക്, ബോഡി വിട്ടുകൊടുത്തു. വേറെ ഒരുത്തനും കൊണ്ട് കൊടുത്തില്ല. അപ്പൊ ഒരുത്തനെ ഒരു ഉന്നത പൊസിഷനിൽ എത്തുന്നത് അത് ഏത് പദവി കൊണ്ട് എത്തിക്കുന്നത് എന്തിനാ അറിയാമോ? അവിടെ വെച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ഇന്ന് പകൽ ചിലരോട് പറയുന്നു, നീ ജോലി ചെയ്യുന്നത്, നീ ആയിരിക്കുന്നത് എന്റെ ദൈവത്തിന് ചില പദ്ധതിക്ക് വേണ്ടിയാ. ഒരു വിളിയുള്ള നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു ദൗത്യമുണ്ട്. ദൈവത്തിന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കുറിച്ച് ഒരു ദൗത്യമുണ്ട്. ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ച് ഒരു ദൗത്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ചെറുതോ വലുതോ ഒന്നുമല്ല, എന്തുവാലും എവിടെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. എന്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നതാണ് ഞാൻ പറഞ്ഞത്. മെസ്സേജിലേക്ക് ഡൈ മാറുക, എന്നാൽ ഉള്ളിൽ ദൈവം തരുന്നത്. നയമാൻ എന്ന കുഷ്ഠരോഗി സൗഖ്യമാവാൻ കാരണം എന്താ? അറിയാവുന്നവർ പറ, നയമാൻ എന്ന കുഷ്ഠരോഗി സൗഖ്യമാവാൻ കാരണം എന്താ? അവന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരിയായ സഹോദരിയാണ്. എനിക്ക് ചെറിയ ജോലിയാണ്, വീട്ടിലെ പാത്രം കഴുകുക, എന്തോ ആയിക്കോട്ടെ, ഹല്ലേലൂയ. പക്ഷെ അവിടെയും നിന്നെ ആക്കിയത് നിന്റെ യജമാനനെ സൗഖ്യത്തിലേക്ക് നയിക്കാൻ. ഹല്ലേലൂയ. നിന്റെ യജമാനനെ രക്ഷയിലേക്ക് നയിക്കാൻ ആക്കി വെച്ചേക്കുക. വേറെ ആരും പറഞ്ഞ് നടക്കുന്നില്ല. അവിടെ വേറൊരു ഉപദേശം പറഞ്ഞതല്ല. ആ പ്രവാചകന്റെ അടുത്തേക്ക്
ചെന്നത്, അവിടെ കൊണ്ട് എത്തിച്ചത് ഒരു വീട്ടുകാരി ജോലിയായ ബാല്യക്കാരത്തി പറഞ്ഞിട്ടാണ് നയമാന്റെ കുഷ്ഠരോഗം മാറാൻ ഇടയാകിയത്. അതിന്റെ അർത്ഥം ദൈവ വിളിയുള്ള ദൈവ ഇതിലെ എവിടെ നീ ആയിരുന്നാലും അവിടെ വെച്ച് ദൈവത്തിന് നിന്നെ കൊണ്ടൊരു ഒരു പ്ലാൻ ഉണ്ട്. അത് സ്കൂളാകാം, ജോലിയാകാം, ഏത് മേഖലകളായിക്കോട്ടെ, അവിടെ ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. യോനായെ ദൈവം വിളിക്കുക. നിന്നെ വിളിച്ചത് ഒരു ദൗത്യത്തിന് വേണ്ടിയാണ്. നിന്നെ വിളിച്ചത് നീ നിനവെ പോയി പ്രസംഗിക്കണം. നിനവ ദുഷ്ടത കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഒരു അബദ്ധം കാണിച്ചു യോനയ്ക്ക്. അടുത്ത വാക്യം വെച്ചേ. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്നും തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാക്കോബിലേക്ക് ചെന്നു. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്നും അവരോടുകൂടെ തർശീശിലേക്ക് പൊയ്ക്കളവാൻ അതിൽ കയറി. ശ്രദ്ധിച്ചേ, നിനവേലേക്ക് പോകാൻ വിളി കിട്ടിയവൻ ഈ വിളിയെ തിരസ്കരിക്കുന്നു. പകരം ആ കാശ് കൊടുത്ത് തർശീശിലേക്കുള്ള കപ്പലിന്റെ ടിക്കറ്റ് എടുത്ത് എന്ത് ചെയ്തു? ആള് കയറി അങ്ങോട്ട് വിട്ടു. ഇവിടാണ് നാം പലർക്കും തെറ്റി. വിളിച്ച ദൈവം ഒരു പദ്ധതിയുണ്ട്. ട്രാക്ക് മാറിപ്പോകരുത്. കാരണം പലതും നമുക്ക് പറയാം, പക്ഷെ വിളിക്കാത്ത നിന്നാ ദൈവം ശക്തിപ്പെടുത്തും. ചിലപ്പോ പല കാര്യങ്ങൾ, അതെന്താ യോന പോകാൻ കാരണം എന്ന് ഞാൻ പറയാം. പല കാര്യങ്ങൾ നമുക്കും ജീവിതത്തിൽ പറയാനുണ്ടാകാം. പക്ഷേ ദൈവം ഒരു കാര്യം പറയുമ്പോൾ, ഏൽപ്പിക്കുമ്പോൾ നിൽക്കാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നിൽക്കാൻ തയ്യാറായാൽ ബാക്കി ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. യോന നിനവേലേക്ക് പോയില്ല. ആ കാശ് കൊണ്ട് കപ്പലിന് ടിക്കറ്റ് എടുത്ത് തർശീശിലേക്ക് പോയി. പക്ഷെ ബൈബിളിലൂടെ ശ്രദ്ധിച്ചോ, പ്രതിസന്ധി ഉണ്ടെങ്കിലും പിടിച്ചു നിന്നവനെ ആ വിളിയിൽ ദൈവം നിർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. വ്യത്യസ്ത അനുഭവങ്ങൾ നോക്കിയാൽ മതി. ജെരമ്യാവിനെ ദൈവം വിളിച്ചു. നീ പ്രവാചകനാന്ന് പറഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ നിന്നെ കണ്ടയാന്ന് പറഞ്ഞു. ജെരമ്യാ പറഞ്ഞു, ഞാൻ ബാലന, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, പിന്നെ എങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചു. പക്ഷെ നീ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ നാവിനെ തൊട്ട് നിറയ്ക്കാൻ ഞാൻ തയ്യാറാണ്. താരോട്ട് വായിക്കുമ്പോൾ നാവിനെ തൊട്ട് ദൈവം നിറച്ചു. വിളിക്കകത്ത് നിൽക്കാൻ തയ്യാറായാൽ കുറവുണ്ടെങ്കിൽ ദൈവം നിറയ്ക്കും. മോശയെ വിളിച്ചു ജനലക്ഷങ്ങളെ ഫറവോന്റെ അടിമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ. മോശ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഏറ്റവും വലിയ വിഷയം ഞാൻ വിക്കനാ. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് രാജാവ് ഇറങ്ങിപ്പോകും. ഞാൻ വാക്ക് പൂർത്തീകരിക്കുന്നത് അല്ലോ രാജാവേ എന്ന് നമ്മൾ പറയുന്ന പോലെ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. വിക്കി 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 പറയും. ഇത് പറയുമ്പോൾ രാജാവ് ഇറക്കി വിടും. ഞാൻ വിക്കന, എന്നെ കൊണ്ട് പറ്റത്തില്ല. ദൈവം ചോദിക്കുന്നു, എടാ ഇതിനെയൊക്കെ സൃഷ്ടിച്ചത് ഞാനല്ലേ, ഞാൻ കൂടിരുന്നാൽ നിനക്ക് എന്താ വിഷയം? നിനക്ക് കുറവുണ്ട്, ശരിയാണ്, പക്ഷെ ഞാൻ ഇരുന്നാൽ അത് ജയമാണ്. ജെരമ്യാവേ, നിനക്ക് ഉള്ളിൽ ഒന്നും ഇല്ല, പക്ഷെ ഞാൻ തൊട്ട് നിറച്ചാൽ നിനക്കത് പറ്റും. യോനയുടെ പുസ്തകം വിളിച്ചു പറയുന്നു, നിനക്കൊരു വിളി ഉണ്ടെങ്കിൽ ആ വിളിയിൽ തന്നെ നിൽക്കുക. ട്രാക്ക് മാറല്ലേ. പ്രതിസന്ധി ഉണ്ടെങ്കിലും നീ നിന്നാൽ ജെരമ്യാവിനെ പോലെ തൊട്ട് നിറയ്ക്കാൻ ദൈവത്തിന്റെ കരം ഇന്നും ചലിക്കും. ഹല്ലേലൂയ. ഒക്കത്തില്ലെന്ന് പറഞ്ഞ മോശയെ കൊണ്ട് ജനലക്ഷങ്ങളെ പിടിച്ചു പുറത്തു കൊണ്ടുവരാൻ ദൈവം മോശയെ ഉപയോഗിച്ചു. ഉണ്ടോ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുന്നു, നിന്റെ മനസ്സ് പതറരുത്. ഹല്ലേലൂയ. ശക്തീകരിക്കുന്ന ദൈവം ആ വിളിയിൽ നിൽക്കുക. ഭയങ്കര ക്ഷാമം ഉണ്ടായപ്പോൾ, അപ്പന്റെ സമയത്തുണ്ടായ പോലെ ക്ഷാമം ഇസഹാക്കിന്റെ ജീവിതത്തിന് അനുഭവിച്ചു. ഇസഹാക്ക് മിസ്രൈമിൽ ഓടിപ്പോകാൻ തന്നു. കാരണം ശരിയാ, എടാ ക്ഷാമമുള്ള സ്ഥലത്ത് ആരും നിൽക്കത്തില്ല. ഇച്ചിരി മാറിപ്പോയി വിതച്ച് നന്മ ഉണ്ടാകാൻ പറഞ്ഞ് മിസ്രൈമിലേക്ക് ഓടിപ്പോകാൻ നിന്നപ്പോൾ ദൈവം പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, ഓടിപ്പോകരുത്. ഇപ്പൊ നിന്നെ കുറിച്ച് പദ്ധതി ഇവിടെ നിൽക്കാനാ. ഇവിടെ നിന്നാൽ ഞാൻ നിന്റെ കൂടെ നിൽക്കും. ഇച്ചിരി ബുദ്ധിമുട്ടാ അനുസരിക്കാൻ. യോനയുടെ പോലെ സ്വഭാവമാണെങ്കിൽ ട്രാക്ക് മാറിപ്പോനെ. പക്ഷെ ഇസാക്ക് അവിടെ നിന്നു. ബൈബിൾ പറഞ്ഞു, അവൻ അവിടെ തന്നെ പാർത്തു, വിതച്ചു, 100 മേനി കൊയ്തു. മിസ്രൈമിൽ പോയാൽ പോലും അത്രയും കിട്ടത്തില്ല. ദൈവം പറഞ്ഞെടുത്ത് വിതച്ചു, 100 മേനി കൊയ്ത്ത് ദൈവം കൊടുത്തു. ഇന്ന് പകൽ വിളിയിൽ നിന്നും മാറിപ്പോകാതെ ദൈവത്തെ ആരാധിപ്പാൻ ഒരു അവസരം കിട്ടിയെങ്കിൽ മറ്റേതൊന്നും വിട്ട് മാറിപ്പോകാതെ നീ ആ വിളിയിൽ ഉറച്ചു നിന്നാൽ ചിലപ്പോൾ പാസ്റ്റർ, എനിക്ക് പാസ്റ്ററിനെ പോലെ മറ്റൊരെ പോലെ അങ്ങനെ വിളിയൊന്നും ദൂതൊന്നും കിട്ടില്ല. വേണ്ട, ദൈവ പൈതലാണെന്നുള്ളൊരു വിളി കിട്ടിയിട്ടില്ലോ. കർത്താവിന്റെ മകനും മകളാകാനൊരു വിളി കിട്ടിയിട്ടുണ്ടല്ലോ. അതിൽ ഉറച്ചു നിന്നാൽ ഓടിപ്പോകാൻ നിൽക്കുന്നവൻ. ഇവിടെ ഒരാൾ
ഇസാക്ക് അവിടെ തന്നെ നിന്നിട്ട് ദൈവത്തിന്റെ സമൃദ്ധി അനുഭവിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല. ചില വിളിക്കകത്ത് നമുക്ക് ഈ ടെൻഷൻ അടിച്ച് ഓടിപ്പോകാനും ട്രാക്ക് മാറാനും തോന്നും. അത് സ്വാഭാവികമാണ്. അത് മനസ്സിലാക്കണം. അത്രയ്ക്കും കൂടെ വിടുതൽ ഉണ്ടായോണ്ട് അങ്ങനെ തോന്നുന്നേ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായില്ല? ഹല്ലേലൂയ. ചില വിഷയത്തിൽ മടുത്ത് വേണ്ട, ഇനി ഒന്നും പ്രാർത്ഥിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ തോന്നിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മൾ നല്ല മനുഷ്യരാ, പക്ഷെ എന്നാലും തോന്നിക്കുന്നത് എന്താണെന്നറിയാമോ? ഇതിന്റെ അപ്പുറത്ത് ഭയങ്കര വിടുതലുണ്ട്. ഹല്ലേലൂയ. ഇസ്ഹാക്കിനെ ഇങ്ങനെ ഇട്ടിട്ട് ഓടി അങ്ങ് മടുത്ത് പോകാൻ തോന്നിയത് എന്താണെന്നറിയാമോ? ഒരു നന്മ കിട്ടാൻ വേണ്ടി മാത്രമല്ല. കാരണം ഇസ്ഹാക്ക് നിന്നാൽ ഒരു വിടുതൽ നടക്കാനുണ്ട്. അത് ഇച്ചിരി വിതച്ചിട്ട് നന്മ കിട്ടുക മാത്രമല്ല, ബൈബിൾ പറയുന്നു ആ സ്ഥലത്ത് നിന്ന് വിതച്ച് നന്മ കിട്ടിയപ്പോൾ അടുത്ത സംഭവം അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, പിതാവായ അബ്രാമിന്റെ കാലത്തുണ്ടായിട്ട് കുഴിച്ചിട്ടും ഫെലിസ്ത്യൻ മണ്ണിട്ട് മൂടിയ കിണറിനെ വീണ്ടും അവൻ തിരിച്ചു കുഴിച്ചു. പലപ്പോഴും ശത്രു മണ്ണിട്ട് മൂടിയതിനെ തിരിച്ചു പിടിക്കാൻ നീ ദൈവത്തിന്റെ പദ്ധതി നിന്നേ പറ്റൂ. ഇന്ന് പകൽ ചിലതിനോട് പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ ശത്രു മണ്ണിട്ട് മൂടിയതിനെ തിരിച്ചു പിടിക്കാൻ ഒരു നിയോഗം. ഞാൻ യൂത്തിന്റെ ഇടയ്ക്ക് എപ്പോഴും പറഞ്ഞ, ചാമ്പ്യനാകാൻ വിളിച്ചിട്ടുണ്ടോ? നിന്റെ ഉള്ളിൽ പലപ്പോഴും വിട്ടുകളയാം, മടുത്തു കളയാം, പൊയ്ക്കളയാം എന്നൊക്കെ ഉള്ളിൽ ചിന്ത കയറി വരും. സ്വാഭാവിക. കാരണം നിന്റെ വിളി ഒരു ചാമ്പ്യനാവാനാ. എവിടെങ്കിലൊക്കെ മടുപ്പ് ജീവിതത്തിൽ കയറുന്നെങ്കിൽ, നിരാശ വല്ലാതെ കയറിയിട്ടുണ്ടെങ്കിൽ കൊടഞ്ഞുകളാ. നീ ഒരു വലിയ മഹത്വം കാണാൻ പോവുകയാണ്. ദൈവത്തിന്റെ വിളിയുള്ള ചിലതിന്റെ അകത്തിരിപ്പുണ്ട്. ശുശ്രൂഷയുടെ വിളിയുള്ള ഇതിന്റെ അകത്തിരിപ്പുണ്ട്. വലിയ നന്മയുടെ വിളിയുള്ള ചിലർ ഇതിന്റെ അകത്തിരിപ്പുണ്ട്. യോനയുടെ വിളി നിനവേ പോകാനാ, പക്ഷെ പോയില്ല. തർശീലിലേക്ക് കപ്പലിന് ടിക്കറ്റ് എടുത്ത് യാത്ര തിരിച്ചു. ഞാൻ പറയുന്നു, വിളിയിൽ മാറിപ്പോകരുത്. നിക്ക്. ജെരമ്യാവിനെ പോലെ നിന്നെ ബലപ്പെടുത്തും. മോശയെ പോലെ കൂടിരിക്കും. ഇസാക്കിനെ പോലെ വാഗ്ദത്തം പൂർത്തീകരിക്കും ദൈവം. ഇനി ശ്രദ്ധിച്ചേ, യോനയുടെ അടയാളം മോനെ അടുത്ത് കാണിച്ചു. പുറപ്പെട്ടു. അടുത്ത് 4 യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റെ അടുപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി. ശ്രദ്ധിച്ചേ, പക്ഷെ ദൈവം വിട്ടിട്ടില്ല. ട്രാക്ക് മാറി കയറിയപ്പോഴേ ശക്തമായ കാറ്റടിപ്പിക്കാൻ തുടങ്ങി. ബൈബിളിൽ ഒരു മനോഹരമായ വാക്കുണ്ട്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ പോകും? 139 സങ്കീർത്തനം. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോവാൻ സാധിക്കത്തില്ല. എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന ദൈവം. യോന തീരുമാനിച്ചു, ഞാൻ നിനവേലേക്ക് പോകുമ്പോഴല്ലേ പ്രശ്നം, തർശീശയിലേക്ക് പോയ ആരും കാണത്തില്ല. പക്ഷേ കാണേണ്ടവൻ കണ്ടു. അവനൊരു കാറ്റടിപ്പിച്ചു. ആമേൻ. ബൈബിൾ ദൈവം തന്റെ ജനത്തിന് വേണ്ടി കാറ്റടിപ്പിക്കുന്ന ദൈവം. നീണ്ട ദിവസങ്ങൾ ഒരു ഗതിയില്ലാതെ എവിടെ കൊണ്ടുറയ്ക്കുമെന്ന് പറഞ്ഞ് നോഹയും തന്റെ കുടുംബവും വെള്ളപ്പൊക്കത്തിൽ പെട്ടകത്തിൽ ഒലിച്ചു നടന്നു. ബൈബിൾ പറയുന്നു, ഉൽപ്പത്തി 8 പറയുന്നു, ദൈവം നോഹയും കുടുംബത്തെ ഓർത്തൊരു കാറ്റടിപ്പിച്ചു, പെട്ടകം ഉറച്ചു, തന്റെ ജനത്തിനു വേണ്ടി അത്ഭുതം ചെയ്തു. ഇന്ന് പകൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബവും ഒരു ദിശ കാണാതെ നലയും അനുഭവം കാണാം. പക്ഷെ എന്റെ ദൈവം ഒരു കാറ്റടിപ്പിച്ചാൽ എന്റെ ദൈവം നമ്മെ ഉറപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനത്തിന് ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോ മോശ കടന്നു കരഞ്ഞു, ദൈവമേ, ജനലക്ഷങ്ങളായി എന്റെ കൂടെ ഇറങ്ങി തിരിച്ചത്, ഇവർക്ക് വേണ്ടി ഞാൻ എവിടുന്നിട്ട് ഇറച്ചി എടുത്തു കൊടുക്കും. പക്ഷെ ദൈവം ഒരു കാറ്റടിപ്പിച്ചപ്പോ കടലിൽ നിന്ന് കാടകൾ പറന്ന് ജനത്തിന്റെ മധ്യത്തിൽ കൊണ്ട് ദൈവം എത്തിച്ചു. അതിനു മുമ്പേ മുന്നോട്ട് ഇറങ്ങി തിരിഞ്ഞിട്ട് വഴിയില്ലാതെ ചെങ്കടലിൽ ഭാരപ്പെട്ടപ്പോൾ, ശത്രു പിന്നാലെ വന്ന് പിടിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ, ഹല്ലേലൂയ, ദൈവം ഒരു കാറ്റടിപ്പിച്ചു, സമുദ്രം 2 വിഭാഗിച്ചു, തന്റെ ജനത്തെ ഉണങ്ങിയ നിലത്തുകൂടെ നടത്തിയ ദൈവം.
ദൈവം തന്റെ ജനത്തിനെ കാറ്റടിപ്പിക്കുന്ന ദൈവമാണ്. പക്ഷെ ഇവിടെ അടിച്ചത് തിന്മയായിട്ട് തോന്നിയെങ്കിലും നന്മയ്ക്ക് മാറ്റാനുള്ള ഒരു കാറ്റാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ദൈവം പെടുങ്കാറ്റടിപ്പിച്ചു, കപ്പൽ തകർന്നു പോകത്തക്കവണ്ണം വലിയ കോൾ സമുദ്രത്തിലുണ്ടായി. ഇനി വേഗത്തിൽ വായിച്ചു. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിനും ഭാരം കുറയേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിൽ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങിയായിരുന്നു. ഇനി ശ്രദ്ധിച്ച, ഈ ട്രാക്ക് വിട്ട് മാറുമ്പോൾ ആദ്യം നല്ല ഉറക്കം കിട്ടും. നമ്മൾ എനിക്ക് ട്രാക്ക് വിട്ട് മാറുമ്പോൾ ഒരു പ്രശ്നം ഇല്ല. വെളി എത്ര പ്രശ്നം ഉണ്ടായാലും കറക്റ്റ് മാറിക്കഴിഞ്ഞാൽ അവനൊരു കുഴപ്പമില്ല. അവൻ അവിടെ കിടന്ന് എന്ത് ചെയ്യുക? ബാക്കിയുള്ളവനെല്ലാം പേടിച്ച് അവരവരുടെ ദൈവത്തെ വിളിക്കുക. ഇവൻ കപ്പലിന്റെ അടിത്തട്ടി പോയി സുഖോർക്കം. യോന കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങി നല്ലവണ്ണം, അവൻ ഒരു കുറ്റബോധം പോലും ഇല്ല, നല്ലവണ്ണം എന്ത് ചെയ്തു? ഉറങ്ങി. അങ്ങനെ ചിലപ്പോൾ ദൈവത്തിൽ നിന്നൊക്കെ വിട്ടു മാറി വരുമ്പോഴേ നമുക്ക് ഒരു കുഴപ്പമില്ലെന്ന് നമുക്ക് തന്നെ തോന്നും. അത് തുടക്കത്തിലെ തോന്നല, പിന്നീട് അത് മനസ്സിലാവും എന്തുവാണ്. ഹല്ലേലൂയ. അടുത്തത് വേഗത്തിൽ. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്തേ? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞു. കപ്പൽ പ്രമാണി എന്ന് പറഞ്ഞു, എന്തിനാ കിടന്ന് ഉറങ്ങുന്നത്? എല്ലാരും വിളിച്ചു പ്രാർത്ഥിക്കുക, നീയും വിളിച്ച് പ്രാർത്ഥീര്. യോനക്കില്ലാത്ത വിശ്വാസം കപ്പൽ പ്രമാണിക്കുണ്ട്. കാരണം ഒരു പക്ഷേ ദൈവം നമ്മളെ രക്ഷിക്കുമായിരിക്കും. എല്ലാരും അവരോട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും. നീ എന്താ പ്രാർത്ഥിക്കാത്തെ? അടുത്ത്. അനന്തരം അവർ, വരുവീൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ട് യോനയ്ക്ക് വീണു. ശ്രദ്ധിച്ചേ, കപ്പൽ പ്രമാണിയുടെ ഇത്രയും നാളെ നമ്മൾ യാത്ര ചെയ്യുന്ന കാറ്റുണ്ട്, കോളുണ്ട്, പക്ഷെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ യാത്രയിൽ എന്താ പ്രശ്നം? അപ്പൊ ഇതിനെന്തോ ഒരു കുറവുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കപ്പൽ യാത്രക്കകത്ത് ചെയ്യുന്നതിന്റെ അകത്ത് ആരുടെ കുറവ് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അറിയാൻ നമുക്ക് ചീട്ടിടാം, ലോട്ടിടാം. അങ്ങനെ ഇട്ടപ്പോ ആർക്ക് തന്നെ വന്നു? യോനയ്ക്ക് തന്നെ വന്നു. അത് ദൈവം ചെയ്യിപ്പിച്ചതാണ്. ദൈവത്തിന് പദ്ധതിയുള്ളവരുടെ മേൽ നറുക്ക് വീണിരിക്കും. ആമേൻ, ആമേൻ, ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് വേഗത്തിൽ അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം. നിന്റെ തൊഴിൽ എന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേത്? നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു. എല്ലാം ചോദിച്ചു. നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നേരെ ലോട്ട് വീണു. നീ ഏത് ജാതിക്കാരൻ? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ ജോലി എന്തുവാ? അടുത്ത് അത് പറഞ്ഞതാണ്. അതിന് അവൻ അവരോട്, ഞാനൊരു എബ്രായൻ. അപ്പത്തേക്ക് ഉണർന്ന് തന്റെ കുടുംബവും മഹിമയൊക്കെ അങ്ങോട്ട് ഉണർന്ന്, ഞാൻ ആരാ? ഒരു എബ്രായൻ, യഹൂദനാ. കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവേ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടു. കടലും കരയും സൃഷ്ടിച്ച മഹാദൈവത്തെ സേവിക്കുന്ന, ഇസ്രായേലിന്റെ ദൈവത്തെ സേവിക്കുന്ന ഒരു മനുഷ്യൻ, അവന് തന്നെയാണല്ലോ ലോട്ട് വീണെന്ന് അവർക്കും ഭയം. എന്നിട്ട് ചോദിച്ചു, എന്താ? വായിച്ചു. ആ പുരുഷൻ അത്യന്തം ഭയപ്പെട്ട അവനോട്, നീ എന്തിന് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അവൻ അവരോട് അറിയിച്ചിരുന്നത് കൊണ്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്നും ഓടിപ്പോകുന്നു എന്ന് അവർ അറിഞ്ഞു. ലാസ്റ്റ് അവര് മനസ്സിലായി, ദൈവത്തിന്റെ വിളി മാറി ഓടിപ്പോകുവാന്ന് പറഞ്ഞു. അപ്പൊ ട്രാക്ക് മാറുമ്പോ നമുക്ക് മാത്രമല്ല പ്രശ്നം. ചിലപ്പോ ആദ്യം നമുക്ക് പ്രശ്നമല്ലേലും നമ്മുടെ കൂടുള്ളവർക്കും വരെ പ്രശ്നം ബാധിക്കും. നമ്മൾ ആ വിളിക്കാത്ത നിന്ന ബാക്കിയുള്ളവർക്കും കൂടെ ഒരു അനുഗ്രഹമായിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ റോങ് പൊസിഷനിൽ കിടക്കുക, അതുകൊണ്ടാണ് മൊത്തത്തിൽ പ്രശ്നമാവുന്നത്. ഈ കപ്പലല്ല കയറേണ്ടത്, അല്ലെങ്കിൽ നിലവിലേക്ക് പോകേണ്ട വഴിയാണ്. എന്തോ ആയിക്കോട്ടെ, കരമാർഗവും പോകാം, നിലവില് കപ്പൽ മാർഗം, ഏത് മാർഗം ആയിക്കോട്ടെ, എന്ത് വന്നാലും പോകേണ്ട ട്രാക്കിലല്ല ഇപ്പൊ കയറി കിടക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും പ്രശ്നമാണ്. ചിലപ്പോൾ നമ്മൾ ഈ ട്രാക്ക് വിട്ടാൽ നമ്മുടെ വീട്ടിൽ മൊത്തം പ്രശ്നമാവും. അടുത്തിരിക്കും പറയാം, ചിലപ്പോൾ നമ്മൾ ട്രാക്ക് വിട്ടാൽ വീട്ടിൽ മൊത്തം പ്രശ്നമാണെന്ന് പറയും. ചിലപ്പോൾ നമുക്ക് പ്രശ്നമായിട്ട് തോന്നത്തുമില്ല, അത് മറ്റുള്ളവരോട് എന്ത് ചെയ്യും? ബാധിക്കും. ഹല്ലേലൂയ. അപ്പം ഷോട്ട് ചെയ്യാം. യോന പറഞ്ഞൊരു കാര്യം ചെയ്യും, എന്നെ പിടിച്ച് അങ്ങ് ഇട്ടേക്കാൻ പറഞ്ഞു. ഇതിനെന്തോ പരിഹാരം? എന്നെ പിടിച്ച് വെള്ളത്തിൽ എറിഞ്ഞു കളാം.
ഇവർക്ക് പേടി. കാരണം ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നതാണ്. ഇവർ വെറുതെ ഒരു ജീവൻ കളയാൻ പാടില്ല. അവർ ഒരു കുഴപ്പമില്ല. ലാസ്റ്റ് അവരെ പിടിച്ച് യോന എന്ത് ചെയ്തു? വെള്ളത്തിലിറങ്ങി. ബൈബിൾ പറയുന്നു കടൽ ശാന്തമായി. കാരണം നിയോഗം തെറ്റിക്കിടക്കുന്നവൻ അവിടുന്ന് പോയപ്പോഴേ സംഭവം ഒക്കെ ആയി. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റാൻ വേറൊരു ദൂതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചിലത് ഇത്തിർക്കണ്ണി പോലെ പിടിച്ചു വെച്ചേക്കുന്ന ചിലതുണ്ട്. ഇത് നമുക്ക് ദോഷമാണ്. ചിലതിനെ കട്ട് ചെയ്താൽ അത് ജീവിതമാകാം, സ്വഭാവമാകാം, ഇടപാടലാകാം. അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരും. വെള്ളത്തിലിട്ടു, കടലിൽ പോയി. കപ്പൽ യാത്രക്കാർക്ക് സന്തോഷമായി. അടുത്തത് ബൈബിൾ പറയുന്നു 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 17. യഹോവ ഒരു മഹാമത്സ്യത്തെ യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. ബൈബിൾ പറയുന്നു ലോർഡ് അപ്പോയിന്റഡ് എ ഗ്രേറ്റ് ഫിഷ്. ട്രാക്ക് മാറിയാണെങ്കിലും അവൻ ഒരു കാര്യം മനസ്സിലായി. ഒന്ന് സമർപ്പിച്ച് ഞാൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതാണ്. ഞാൻ ദൈവസന്നിധി വിട്ടുപോയേക്കാം. ഈ അനുതാപത്തിന്റെ ഒറ്റ കാരണത്താൽ ദൈവം ഒരു സമുദ്രത്തിൽ മത്സ്യത്തെ എന്ത് ചെയ്ത് ആക്കി വെച്ചു. നീ വീണാലും നിന്റെ കയ്യിൽ അബദ്ധം കൊണ്ട് നീ ട്രാക്കിന് പുറത്തായാലും നീ തകർന്നു വീരാതെ, യോന കടലിന്റെ അടിയിലേക്ക് പോകാതെ മത്സ്യത്തിന്റെ വായിലേക്ക് കൊണ്ടെത്തിക്കാൻ ദൈവം ഒരെണ്ണത്തെ അവിടെ അപ്പോയിന്റ് ചെയ്തു. അവിടെ പറയുന്നത് എല്ലാ മത്സ്യവും എന്നല്ല, അവിടെ വയൽ വരുന്നു ഒരു മഹാ മത്സ്യത്തെ, ഗ്രേറ്റ് ഫിഷ്. വെയിൽ ഷാർക്ക് എന്ന് പറയും. നിങ്ങൾക്കറിയാമോ? അത് മുതിർന്ന പൂർണ്ണ പരുവത്തിലെത്തിയ ഈ മഹാ മത്സ്യത്തിന് റേറ 7000 കിലോ വരെ വെയിറ്റ്. എത്ര കിലോ? ഏകദേശം 7000 കിലോ. അത്രയ്ക്ക് വലിയ ഒരു 10, 20, 25 മീറ്റർ വരെ നീളം ഉണ്ടാവാം. അല്ലെങ്കിൽ 40 to 70 ഫീറ്റ് നീളം വരുന്ന 7000 കിലോളം വരുന്ന ഗ്രേറ്റ് ഫിഷ്, വെയിൽ ഷാർക്ക്, അങ്ങനെ പല രീതിയിൽ പേരിലറിയപ്പെടും. ഈ സാധനത്തെയാണ് കടലിൽ ദൈവം ആക്കി വെച്ചത്. അതിന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതിന്റെ ആമാശയത്തിലേക്ക് വരുന്ന ഒരു അറയുണ്ട്. അവിടെ ഇത് കിടക്കുമ്പോഴേക്കും ഈ 3 ദിവസം എങ്ങനെ കിടക്കാൻ പറ്റും? അത് പ്രത്യേക ലെയറിന്റെ അകത്ത് കിടക്കും. അതിന് വേണ്ടതാണെങ്കിൽ അകത്തെ ആമാശയത്തിലോട്ട് പോകും, അരഞ്ഞു പോകും. അല്ലെങ്കിൽ ചില ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് ഛർദ്ദിച്ച് തിരിച്ചു കളയും. വേണ്ടാത്ത ഫുഡാണ് വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ, മണിക്കൂർ കഴിയുമ്പോൾ എന്ത് ചെയ്യും? വൊമിറ്റ് ചെയ്ത് കളയും. ഒന്നും പറ്റില്ല. കാരണം ആ ദ്രാവകത്തിന്റെ അകത്താണ് കിടക്കുന്നത്. വാ തുറന്ന് അകത്തോട്ട് കയറിയാൽ ഒരു പ്രത്യേക ലിക്വിഡിൽ, ഒരു അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് കിടക്കുന്ന പോലെ ആ ലിക്വിഡിന്റെ അകത്ത് കിടക്കുകയാണ്. ഹല്ലേലൂയ. ആ ഒരു അനുഭവത്തിൽ ആ കിടക്കുകയാണ്. ഹല്ലേലൂയ. അതിന് ഒരു കുഴപ്പം പറ്റത്തില്ല. വേണ്ടതാണെങ്കിൽ, അത് ഇഷ്ടപ്പെട്ട ഇരയാണെങ്കിൽ അത് അകത്തോട്ട് കയറി ഡൈജഷനിലേക്ക് പോകും. അല്ലെങ്കിൽ ചില ദിവസം കഴിയുമ്പോൾ ഛർദ്ദിച്ച് കളയും. ഇങ്ങനത്തെ ഒരു മത്സ്യത്തെ തന്നെയാണ് യോന കടലിൽ നിറഞ്ഞപ്പോൾ ദൈവം കരുതി വച്ചത്. ഹല്ലേലൂയ. ഇങ്ങനൊരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ മഹാദൈവമാണ് നമ്മുടെ ദൈവം. യോനയ്ക്ക് വേണ്ടി വഴി തെറ്റിപ്പോയവന് വേണ്ടി അപ്പോയിന്റ് ചെയ്ത് ദൈവം കൊച്ചു. യോനയുടെ ഒരു അടയാളം. ഹല്ലേലൂയ. വഴി തെറ്റി ട്രാക്ക് മാറിപ്പോയവന് ഒരു അപ്പോയിന്റ് ചെയ്ത് ഒരു മത്സ്യത്തെ ദൈവത്തിന് ഒരുക്കാമെങ്കിൽ ട്രാക്കിൽ നടക്കുന്ന തന്റെ ജനത്തിന് ദൈവത്തിന് എത്രയധികം ചെയ്യാൻ പറ്റും. അതിന് വേറൊരു അർത്ഥമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് പദ്ധതിയുള്ളവൻ ഇവൻ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ ഇങ്ങനൊരു മത്സ്യത്തിന്റെ വയറ്റിൽ ചില ദിവസം ഇരിക്കണം. അങ്ങനാണെങ്കിൽ എന്റെ ദൈവത്തിന്റെ ജനത്തോട് ദൂത് പറയുന്നു, നീ തകർന്നു പോകാതിരിക്കാൻ ദൈവത്തിന്റെ വഴി ദൈവം ചെയ്യും. യോനയുടെ പുസ്തകം 1-ാം അധ്യായം അവസാനിച്ചു. 2-ാം അധ്യായത്തിലേക്ക് വന്നേ. 2-ാം അധ്യായം 1-ാം വാക്യം എടുത്തേ. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ, മനസ്സിൽ ലോകത്തിൽ ഇന്നേ വരെ ഒരുത്തനും പ്രാർത്ഥിക്കാത്ത സ്ഥലത്ത് കിടന്ന് ഒരാൾ പ്രാർത്ഥിച്ചു. എവിടെ കിടന്ന് പ്രാർത്ഥിച്ചു? യോനയുടെ പുസ്തകം തരുന്ന അടുത്തടയാളം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന്. അതിന്റെ അർത്ഥം എന്ന് പറയും, എവിടെ ഏത് അനുഭവത്തിലാണെങ്കിലും നിനക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത് ചെങ്കടലിന്റെ മധ്യത്തിലാണെങ്കിലും, സിംഹത്തിന്റെ കുഴിയിലാണെങ്കിലും, എരിയുന്ന തീയിലാണെങ്കിലും, ഉലകത്തിൽ ആരും കയറിപ്പോട്ടില്ലാത്ത മത്സ്യത്തിന്റെ, നിന്നെ വിഴുങ്ങിയ മത്സ്യത്തിന്റെ അകത്താണേലും നിനക്ക് പ്രാർത്ഥിക്കാം.
നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലായോ? ചില പ്രശ്നങ്ങളുടെ പ്രതിസന്ധി നിന്നെ വിഴുങ്ങി എന്ന് നിനക്ക് തോന്നിയാലോ, ആ വിഴുങ്ങിയിടത്ത് കിടന്ന് നീ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. ഓ ബൈബിളിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന കണ്ടിട്ടില്ല. എല്ലാം പുറത്തു കിടന്നും തീച്ചുളയിലും കാണാവുന്ന അനുഭവത്തിലാണ് കിടക്കുന്നത്. പക്ഷേ മത്സ്യത്തിന്റെ അകത്ത്, ഉദരത്തിന്റെ അകത്ത് ആമാശയത്തിലേക്ക് പോയവൻ അവിടെ കിടന്ന് ഇരുട്ട് റൂമിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന പോലെ സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യോനയുടെ പുസ്തകം പറയുന്നു, യോനയ്ക്ക് മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ ഏത് സാഹചര്യത്തിലും, ഏത് രാത്രിയിലും, ഏത് വേദന മധ്യത്തിലും നിനക്ക് ദൈവമുഖം അന്വേഷിക്കാം. ശക്തമായി ദൈവം ഇടപെടുകയാണ്. ഏത് അർദ്ധരാത്രിയിലോ, ഏത് ശത്രു വിഴുങ്ങിയ അനുഭവത്തിലോ, ഏത് ഇരുട്ടറയിലോ, ഏത് ആഴിയുടെ അഗാധത്തിലോ പ്രാർത്ഥിക്കാം. ഇന്ന് ചിലർ പ്രാർത്ഥിക്കാൻ പോവാ. ഈ ദൂത് പറയുന്ന ഒരു വിടുതലിലേക്ക് എത്തിക്കാൻ പോവാ. അവിടെ കിടന്നൊരു മനസ്താപം ഉണ്ടായി. കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സമയത്തിന് പരിധിയോട് ഞാൻ ആ രണ്ടാമത്തെ ഫുൾ എടുക്കുന്നില്ല. പ്രാർത്ഥിച്ചു, ഉള്ളം തുറന്ന് പ്രാർത്ഥിച്ചു, മാനസാന്തരത്തെ അനുഭവത്തോടെ പ്രാർത്ഥിച്ചു. തെറ്റുപറ്റിയപ്പാ ട്രാക്ക് വിട്ട് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോ ഒരു സംഭവം സംഭവിച്ചു. 10ാമത്തെ വാക്യം വായിച്ചേ. 10ാമത്തെ വാക്യം വായിച്ചേ. എന്നാൽ യഹോവ മത്സ്യത്തോടെ കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞപ്പോ വിഴുങ്ങിയവൻ തുറന്നു, കരയെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? അതും ശ്രദ്ധിച്ചോണം. കടലിന്റെ നടുക്കൊണ്ട് ശ്രദ്ധിച്ചില്ല. എവിടെ കൊണ്ട് ശ്രദ്ധിച്ചു? കര. എന്തായാലും നടുക്കടലിൽ വീണവനാ. പക്ഷെ അതിനെ കൊണ്ട് അവിടെ ഇളക്കി കരയെ കൊണ്ടുവന്നിട്ട് വൊമിറ്റ് ചെയ്ത് കളഞ്ഞു. പ്രാർത്ഥിക്കുന്നവൻ പുറത്തു വരും. പ്രാർത്ഥിക്കുന്നവൻ പുറത്തു വരും. ഏത് അഗാധതയിൽ കിടന്നാലോ, ഏത് ഇരുട്ടിന്റെ അനുഭവത്തിൽ കിടന്നാലോ പ്രാർത്ഥിക്കുന്നവൻ പുറത്തു വരും. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാ, നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിക്കുന്ന ചിലത് പുറത്തു വരാൻ സമയമായി. 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 ചിലരോട് ദൈവം പറയുന്നു, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ. പുറത്തു വരും, പുറത്തു വരും, പുറത്തു വരും. അധിക നാൾ ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല. അധിക നാൾ ശത്രു വിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്ന നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരും. എത്രയാ ശേഷിക്കാല. ഇത് ശക്തമായൊരു പ്രവചന ശബ്ദം ഇറങ്ങാൻ പോവുക. പ്രാർത്ഥിക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരും. പുറത്തു കൊണ്ടുവരും. അപ്പോസ്തലപ്രവൃത്തി 12 വായിക്കുമ്പോ ഹെരോദാവെന്ന രാജാവ് അതേ സമയത്ത് കരം നീട്ടി സഭയിലെ നല്ലൊരു ലെവലിൽ നിന്ന യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. പെസഹയ്ക്ക് തൊട്ട് മുമ്പേ ആരെ പിടിച്ചു വെച്ചെന്നറിയാമോ? പത്രോസിനെ പിടിച്ചു വെച്ചിട്ട് ഉടനെ കൊല്ലാൻ പറ്റിയില്ല. കാരണം പെസഹയുടെ പെരുന്നാൾ കൊണ്ട് വരിക. പെരുന്നാളിന്റെ ഇടയ്ക്ക് കൊന്നാൽ ജനം ഇളവുമല്ലോ. അപ്പൊ പെസഹ പെരുന്നാൾ കഴിഞ്ഞിട്ട് കൊല്ലാൻ വേണ്ടി മാറ്റി വെച്ചതാ. ഹല്ലേലൂയ. പക്ഷെ സഭ പ്രാർത്ഥിച്ചു. ഒരെണ്ണത്തിൽ ഒരു അബദ്ധം പറ്റി. പക്ഷെ സഭ അടുത്ത് ഉണർന്ന് പ്രാർത്ഥിച്ചപ്പോ ബൈബിൾ പറയുന്നു, പ്രാർത്ഥിച്ചയുടെ മുമ്പിൽ വാതിക്കെ വന്ന് മുട്ടുക. പത്രോസ് പുറത്തു വന്നു. പ്രാർത്ഥിക്കുന്നതിനുവേണ്ടി ദൂതൻ ഇറങ്ങി. പ്രാർത്ഥിച്ചവരെ പോലും ഞെട്ടിച്ച് തട്ടിയപ്പം വല്ല ഭൂതമാണെന്ന് ചിന്തിച്ചു. പക്ഷെ തുറന്ന കൊച്ചു കണ്ട് ആ കൂടി ഞെട്ടിപ്പോയി. കാരണം പ്രാർത്ഥിച്ചവൻ ആളാൻ രൂപത്തിൽ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. പ്രാർത്ഥിച്ച പുറത്തു വരും. ചിലതൊക്കെ പുറത്തു വരും. വാഗ്ദത്തമുള്ളവൻ പുറത്തു വരും. ദൈവ നിയോഗമുള്ളവൻ പുറത്തു വരും.
മൂന്നാം അധ്യായത്തിൽ 3:1 വായിച്ചേ. യഹോവയുടെ അരുളപ്പാട് ആ. രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായതെന്തെന്നാൽ ആ. നീ പുറപ്പെട്ട് ആ. മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ആ. ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം ആ. അതിനോട് പ്രസംഗിക്ക. ആ. അങ്ങനെ യോന പുറപ്പെട്ട് ആ. യഹോവയുടെ കൽപ്പന പ്രകാരം ആ. നിനവയിലേക്ക് ചെന്നു. ഒരു മിനിറ്റ് മോനെ, ഒന്നൊന്ന് വായിച്ച്, ഒന്നൊന്ന് കാണിച്ച്, ഒന്നൊന്നൂടെ വായിച്ച്. യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം ആ. യോനയ്ക്ക് ഉണ്ടായതെന്തെന്നാൽ പ്രാർത്ഥിക്കുന്നവരുടെ ഒരു ദൂത് പറ. എല്ലാവരും ശ്രദ്ധിച്ചേ. സെക്കൻഡ് ചാൻസ് ദൈവം വീണ്ടും തരും. ഒരബദ്ധം പറ്റി, പക്ഷെ ഛേദിച്ചു കളയുന്ന ദൈവമല്ല, മനസ്സലിയുന്ന ദൈവം. മനുഷ്യൻ നമുക്ക് ചില അബദ്ധങ്ങൾ പറ്റാം. ചിലപ്പോൾ ആ സമയത്ത് അനുസരിക്കാൻ പറ്റിയില്ല. നമ്മൾ വിശ്വാസിയാന്ന് പറഞ്ഞിട്ടും ആ ദൈവത്തിന്റെ മഹത്വത്തിൽ നിൽക്കാൻ പറ്റിയില്ല, ശരിയാ. പക്ഷെ പ്രാർത്ഥിക്കുന്നവരുടെ ദൂത് പറയുന്നു. യോനയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഒരു അരുളപ്പാട് കൊടുത്തു, അനുസരിച്ചില്ല. പക്ഷെ 2-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ വന്നപ്പോൾ വീണ്ടും രണ്ടാമത് ദൈവം യോനയോട് അരുളി ചെയ്തു. ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? കഴിഞ്ഞ നാളിൽ പറ്റിപ്പോയ അപ്പാ, പക്ഷെ നിനക്കൊരു സെക്കൻഡ് ചാൻസ് ദൈവം തരും. വീണ്ടും ഒരു ചാൻസ് ദൈവം തരും. നിന്റെ ദൗത്യത്തിലേക്ക് തിരിച്ചു കയറാൻ, നിന്നെ വിളിച്ച വിളിയിലേക്ക് വരാൻ ദൈവം ഒരു സാധ്യത തരും. താങ്ക് യു ജീസസ്. പ്രാർത്ഥിക്കുന്നതിന് ദൈവം ഇന്ന് വെളിപ്പെടുത്തും ദിവസം. അവന് രണ്ടാമത് അരുളപ്പാട് വന്നു. 3-ാമത്തെ വാക്യം വായിച്ചു. 3-ാമത്തെ വാക്യം. യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. അങ്ങനെ യോന പുറപ്പെട്ടു, യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. എന്നാൽ നിനവേ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. ഒരു 3 ദിവസം യാത്രയുള്ള വലിയൊരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകുന്ന ഘോഷിച്ചു പറഞ്ഞു. യോന നിനവേ പട്ടണത്തിൽ ചെന്നിട്ട് പറഞ്ഞു, 40 ദിവസം മുമ്പിൽ വെച്ചേക്കുവാ ദൈവം. അത് കഴിഞ്ഞാൽ ഈ പട്ടണം എന്തോ ആവും? ഫിനിഷ് ആവും. കാരണം നിങ്ങളുടെ അത്ര മ്ലേച്ഛത ജീവിക്കുന്ന ജീവിതം. പക്ഷെ ഈ വാക്ക് കേട്ടപ്പോൾ, ഇതാണ് ഏറ്റവും ജാതീയ രീതിയിൽ ദൈവമായിട്ട് ബന്ധമില്ലാതെ ജീവിച്ച നിനവേൽ പട്ടണക്കാർ. അതുവരെ ബന്ധമില്ലായിരുന്നു. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള ജീവിതയാത്രയിൽ വേണ്ട പോലെ ദൈവമായിട്ട് ബന്ധം കാണില്ലായിരിക്കും. പക്ഷെ ദൈവം വീണ്ടും ഒരു ചാൻസ് തരിക. നിനവേക്കാർക്ക് ഒരു ചാൻസ് കൊടുത്തു. 40 ദിവസം കഴിയുമ്പോൾ ഈ ദേശം നശിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ അവർ എന്ത് ചെയ്തു? അതാണ് എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. ഇത് കേട്ട ഉടനെ ദൈവത്തിൽ എന്ത് ചെയ്തു? വിശ്വസിച്ചു. വലിയവരും ചെറിയവരും എല്ലാം എന്ത് ചെയ്തു? ഉപവാസം പ്രഖ്യാപിച്ചു. പിന്നീട് രാജാവും ഇത് കേട്ടു. താരോട്ടൊന്ന് വായിച്ചു. വർത്തമാനം നിനവേ രാജാവിന്റെ അടുക്കൽ എത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കി വെച്ച് രട്ടുപുതച്ച് വെണ്ണീറിൽ ഇരുന്നു. അവൻ നിനവയിലെങ്ങും ഘോഷിപ്പിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ രാജാവിന്റെയും അവന്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവിത് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയിക്കുകയും വെള്ളം കുടിക്കുകയും അരുത്. മനുഷ്യനും മൃഗവും എല്ലാവരും ഉപവസിക്കാൻ, മനുഷ്യനും മൃഗവും സകലതും ദൈവസന്റെ വീട് അങ്ങ് പ്രാർത്ഥിച്ചു. അതിന്റെ റിസൾട്ട് 10-ാം വാക്യം. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുതപിച്ച് അത് വരുത്തിയതുമില്ല. കണ്ടോ? ദുർമാർഗം വിട്ടുതിരിഞ്ഞ് എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോ ദൈവം പ്രവൃത്തി നോക്കിയപ്പോൾ മാറ്റം വന്നു. ഈ 40 ദിവസം കൊണ്ട് പ്രവൃത്തിക്ക് മാറ്റമായി. എല്ലാം ഊസിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന മാത്രമല്ല, സ്വഭാവത്തിൽ മാറ്റം വന്നു. അവരൊക്കെ പറ, പ്രാർത്ഥന മാത്രമല്ല സ്വഭാവത്തിൽ മാറ്റം വന്നു. വെള്ളം കുടിക്കാതെ ഊസിച്ചു എന്ന് മാത്രമല്ല, ദൈവം മേളിൽ നോക്കിയപ്പോ എന്തും മാറി, സ്വഭാവം മാറി. മാറിയപ്പോ ദൈവം വരുത്തുമെന്ന് പറഞ്ഞതിനെ അനുദപിച്ചു. ദൈവത്തിന്റെ ആലോചനയാ നശിക്കുമെന്ന്. പക്ഷെ ദൈവം അനുദപിക്കുന്ന മഹാകരുണയുള്ള ദൈവം. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നു? പഴയ പഠിക്കുമ്പോൾ ഹിസ്കിയാവ് രാജാവ് മരിക്കുമെന്ന് യെശയ്യാവിൽ കൂടെ ദൂത് പറഞ്ഞ ദൂത് പറയുന്നു, നീ മരിക്കും. ദൈവം പറഞ്ഞിട്ടാ. അവൻ കടന്ന് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൂത് പറഞ്ഞവൻ കൊട്ടാരം വിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ദൂത് പറഞ്ഞവനോട് വീണ്ടും ദൈവം സംസാരിച്ച് തിരിച്ചു കയറി പോകാൻ പറഞ്ഞു.
എന്നിട്ട് അവനോട് പറ, നിന്റെ ആയുസിനോട് 15 വർഷം കൂടെ നീട്ടിയേക്കാം. ദൈവം സെക്കൻഡ് ചാൻസ് തരുന്ന ദൈവമാണ്. നീ അനുദപിക്കാൻ തയ്യാറായാൽ നിന്നെ മടക്കി കൊണ്ടുവരുന്ന ദൈവമാണ്. യോവേൽ പ്രവചനത്തിൽ അതിലെ കിടക്കുന്നേ, വെട്ടുക്കിളിയും ദേശത്തിന്റെ ക്ഷാമവും ശത്രുവും കൂടെ വെട്ടുകിളിയും തുള്ളലും തിന്ന് ശേഷിപ്പിച്ച് ദേശം നാശകോശമായി. പക്ഷെ അവരിന്ന് പ്രാർത്ഥിച്ചു, അനുദപിച്ചു, ദൈവത്തിലേക്ക് മനസ്സ് തിരിച്ചു. ദൈവം പറയുന്നു, തുള്ളലും വെട്ടുക്കിളിയും തിന്ന് ശേഷിപ്പിച്ച സംരസങ്ങൾക്ക് ദൈവം മറുപടി മാറ്റിക്കൊടുത്തു. എവിടെ അനുദപിക്കാൻ തയ്യാറാണോ ദൈവം ചിലതുകൊണ്ട് വീണ്ടും നിറയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം മടക്കി കൊടുത്തു. ഇനി ശ്രദ്ധിച്ചേ, ഇനി യോനയുടെ പുസ്തകം 3-ാം അധ്യായം കഴിഞ്ഞ് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദേശം ദൈവസ്ഥനിൽ ഏൽപ്പിച്ചു, സമർപ്പിച്ചു. ദൈവം വരുത്തുമെന്ന് പറഞ്ഞതിനെ ദൈവം എന്ത് ചെയ്തില്ല? വരുത്തിയില്ല. ഇനി 4-ാം അധ്യായം 1 മുതൽ എല്ലാവരും ഇനിയുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. 1 മുതൽ വാക്യം ശ്രദ്ധിച്ച് 4:1. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി, അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ അല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവമായി അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കുന്നവനെന്നും ഞാൻ അറിഞ്ഞു. മതി, ശ്രദ്ധിച്ചേ. ഇപ്പൊ ആർക്ക് പ്രശ്നം? യോനയ്ക്ക് പ്രശ്നം. യോന അങ്ങ് ദൈവത്തോട് കോപിച്ചു. ദൈവമേ, ഇതാ ഞാൻ. ഇപ്പൊ മനസ്സിലായോ യോന എന്തിനാ ആദ്യം കപ്പലിൽ കറക്റ്റ് പോവാഞ്ഞ്? എന്തിന് നിലവിലേക്ക് പോയ അടുത്ത സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്ത് പോയെന്ന് അറിയാമോ? യോനയ്ക്ക് അറിയാം ദൈവം ആരാ. ദൈവം ആരാ? കരുണയും. ഞാൻ ചെന്ന് നിലവേക്കാരോട് പ്രസംഗിക്കാൻ നശിക്കും, അവര് മനസ്താപിക്കും. ദൈവം അതിൽ നിന്ന് അവരെന്ത് ചെയ്യും? മാറ്റും. ദൂത് പറഞ്ഞ ഞാൻ പോഷനായി. ഇത് യോനയ്ക്കറിയാം. ഞാൻ ചെന്ന് പറയും, അവര് നന്നാവും. പിന്നെ ഞാൻ എന്തിനാ പോകുന്നത്? പറഞ്ഞ ഞാൻ വെറുതെ ആയിപ്പോ. പറഞ്ഞിട്ട് നാശം സംഭവിക്കുകയാണെങ്കിൽ യോനയ്ക്കൊരു സന്തോഷം. ചില ദൂത് തരുന്നത് അതിനു വേണ്ടി അല്ല. ആത്മീയമായിട്ട് വളരെ ചിലർ ദൂത്, ചിലർക്ക് അങ്ങനെ, ചിലർക്ക് അങ്ങനെ, എല്ലാവർക്കും ഇല്ല. ചിലർ ശ്രദ്ധിച്ചിട്ടില്ലേ, ദൂത് പറഞ്ഞിട്ട് അത് സംഭവിച്ച് കണ്ട് അതിൽ സന്തോഷിക്കുന്ന ചിലരുണ്ട്. അത് അത്ര നല്ല സ്പിരിറ്റ് അല്ല. ഇപ്പൊ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുന്നു, ഒരു അപകടം വരുന്നു എന്ന് കണ്ട ഉടനെ ഞാൻ കണ്ടായിരുന്നു അങ്ങനെ വരും. അങ്ങനല്ല. നിന്നെ കാണിച്ചെങ്കിൽ അത് പ്രാർത്ഥിച്ച് മാറ്റിക്കാനാണ്. അതാണ് റിയൽ പ്രവചനം, അതാണ് റിയൽ ആത്മാവ്. ഒരുത്തിന് ദോഷം വരുന്നു കണ്ടാൽ അതിനെ കവർ ചെയ്ത് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് വിടുവിക്കുന്നതാണ് സംഭവം. ചിലപ്പോ നമ്മൾ പറഞ്ഞ ദൂത് നിറവേറത്തില്ല, പക്ഷെ അത് വിടുക. ചിലപ്പോ നമ്മൾ ചിന്തിക്കും, ആ ദൂത് പറഞ്ഞ് ചിലപ്പോ അത് പറഞ്ഞ ദൂത് നിറവേറത്തില്ല, പ്രാർത്ഥിച്ചത് വിടുതലായി. നമുക്കൊരു പേടി. അപ്പൊ മറ്റൊരു പറയും കള്ളപ്രവചനം പറഞ്ഞോട്ടെ, പക്ഷെ ആത്മമണ്ഡലത്തിൽ അറിയാവുന്നവരറിയാം ഇത് പറഞ്ഞ് ക്യാൻസൽ ചെയ്തതാണ്. യോനയ്ക്ക് അതാ പ്രശ്നം. യോന അതാ പോവാഞ്ഞ്. യോനയുടെ ബുക്കിൽ നിന്ന് ഒരു അടുത്ത അടയാളം. യോന ഇത് എനിക്കറിയാം ദൈവമേ, ഞാൻ ചെന്ന് പറയും, അവരനുദപിക്കും, നീ അത് വരുത്തത്തുമില്ല. പറഞ്ഞ ഞാൻ വെറുതെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാഞ്ഞ്. അന്നൊരു യോന പറയുന്നുണ്ട്, നീ കരുണയും, ആ വാക്ക് ശ്രദ്ധിച്ച് 2 വായിച്ചേ. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച, നമ്മുടെ ദൈവത്തിന്റെ ഒരു സ്വഭാവം കരുണയുള്ളൊരു ദൈവം. ഉറക്കെ പറയാം, എന്റെ ദൈവം കരുണയുള്ള ദൈവം എന്ന് പറയും. ബൈബിൾ ഉടനീളം ദൈവത്തിന്റെ കരുണ കാണാൻ പറ്റും. ഒരിക്കലും ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. അത് അങ്ങനെ പറഞ്ഞേ. കാരണം കുഷ്ഠരോഗിയെ ആരും അടുപ്പിക്കത്തില്ല. കുഷ്ഠരോഗി ആരും അടുപ്പിക്കില്ല. അന്ന് ഇന്നും ആരും അടുപ്പിക്കും. അന്നത്തെ കാലത്ത് ഭയങ്കരമാണ്, മാറ്റി നിർത്തും. അവന് എങ്ങും ആലയത്തിൽ പോലും അവന് അവസരമില്ല. ആലയത്തിൽ ചെന്നാൽ ലേവ്യ പുസ്തകത്തിൽ കിടപ്പുണ്ട്. പുരോഹിതൻ തൊക്ക് നോക്കും, നോക്കിയിട്ട് മനസ്സിലാവും നീ അശുദ്ധൻ, പ്രഖ്യാപിക്കുക, അശുദ്ധൻ, മാറി നിൽക്കണം. ഞാൻ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. മാറി നിൽക്കണം 7 ദിവസം, പിന്നെ 14 ദിവസം വീണ്ടും വരണം. പുരോഹിതൻ വീണ്ടും തൊക്ക് നോക്കും. എന്ന് ശുദ്ധനെന്ന് പറയുന്നോ, ശുദ്ധീകരണ നിയമം ചെയ്യുന്നോ, അന്നല്ലാതെ സമൂഹം അംഗീകരിക്കത്തില്ല. പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ആലയത്തിൽ പോകാൻ പറ്റത്തില്ല, കുടുംബക്കാരില്ല, പാളയത്തിന് പുറത്ത് മാറി, നമ്മുടെ ഭാഷ പറഞ്ഞ ക്വാറന്റൈൻ പോലെ മാറി കിടക്കുക. 1 പരിഗണിക്കത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ.
പക്ഷെ അവനാ ഓടി വന്ന് കർത്താവ് പറഞ്ഞേ, ഒരുത്തിനും സൗഖ്യമാക്കാൻ മനസ്സില്ല, അപ്പൊ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്ക. വേറെ ആരെയും സൗഖ്യമാക്കിയതുപോലല്ല, അവനെ മനസ്സലിഞ്ഞ് കൈ നീട്ടി അവന്റെ ശരീരത്തെ തൊട്ടു, സ്കിന്നും മാറി, അവൻ സൗഖ്യമായി. ഇന്ന് പകൽ മനസ്സലിയുന്ന ദൈവമാണ്. ആരും നിന്നെ അംഗീകരിക്കാതിരിക്കുമ്പോൾ, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, എല്ലാവരും തള്ളി ഒരു മാറ്റി നിർത്തുമ്പോൾ, എല്ലാവരും വികടം നിർത്തുമ്പോൾ, നീ പറയുന്ന ചിലർക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ, നിന്നെ ആർക്കും മനസ്സിലാകാതിരിക്കുമ്പോൾ, ഇന്ന് പകൽ നിനക്ക് ഓടിയെത്താൻ പറ്റുന്ന ഒരു സന്നദ്ധി ദൈവ സന്നദ്ധിയാണ്. അവൻ മനസ്സലിവുള്ള ദൈവം. യേശു 7 അപ്പവും കുറച്ച് മീനും കൊണ്ട് 4000 പേർക്ക് പുരുഷാരത്തെ തിന്ന് പോഷിപ്പിച്ച ജനത്തിന് കൊടുത്ത അവസരങ്ങൾ ഒന്നുമ്പോ നമുക്ക് അവിടെ കാണാൻ പറ്റും. 3 ദിവസമായി യേശുവിന്റെ അടുത്ത് നിന്ന് വചനം കേട്ടവരാ. കുറച്ച് കഴിഞ്ഞപ്പോ യേശു കർത്താവിനെ പറഞ്ഞു, ഇവര് 3-4 ദിവസമായിട്ട് എന്റെ കൂടെ നിൽക്കുക, ഇവർക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മനസ്സലിവ് തോന്നുന്നു, ഇവരെ ഞാൻ പറഞ്ഞയച്ചാൽ ദൂരത്തുനിന്ന് വന്നേരും, വഴി തളർന്നു, ഇത് മരുഭൂമിയാ, ഇവർക്ക് ആഹാരം കൊടുക്കണം. കണ്ടോ, എത്ര നാളിരുന്നു, എത്ര നേരം ഇരുന്നു എന്നറിയുന്ന ഒരു നല്ല കർത്താവ്, മനസ്സലീവിന്റെ കർത്താവ്. ഇന്ന് പകൽ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ ദൈവം മനസ്സലീവിന്റെ ദൈവമാണ്. യോനയ്ക്കതറിയാം, അതുകൊണ്ടാണ് ഓടിപ്പോയത്. പക്ഷേ ദൂത് നടന്നോ നടന്നില്ലയോ അതല്ല വിഷയം, ദൈവം മനസ്സലിവുള്ള ദൈവമാണ്. ഇതുപോലെ യോനയുടെ പുസ്തകത്തിൽ ഒരു അടുത്ത അടയാളം, നിന്റെ ദൈവം മനസ്സലിവുന്ന ദൈവമാണ്. ഇന്ന് പകൽ പ്രാർത്ഥിക്കാമോ? ദൈവം മനസ്സലിയും. ഇനി ഈ പുസ്തകത്തിലെ മനോഹരമായ സംഭവം അത് പറഞ്ഞ് പ്രേയറിലേക്ക് കയറാൻ പോവാ. 4-ാം വാക്യം തൊട്ടൊന്ന് വായിച്ച് 3 തൊട്ടൊന്ന് വായിച്ചു. ഇനി എല്ലാവരും ബൈബിൾ തുറന്ന വചനം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സ്ക്രീൻ ശ്രദ്ധിക്കാം. ഈ അവസാനം 4-ന്റെ 3 തൊട്ട്. ആകയാൽ യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതേ എനിക്ക് നന്നെന്ന് പറഞ്ഞു. യോനയ്ക്ക് ആകെ കൂടെ അങ്ങ് വിഷമം, ഒരു ഈഗോയും എല്ലാം കൂടെ കയറി. ഞാൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്ന നല്ലത്. അടുത്ത്, നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. ദൈവം ചോദിച്ചു, നീ കോപിക്കുന്നത് വിഹിതമാണോ യോനെ? അടുത്തത്, അനന്തരം യോന നഗരം വിട്ടു ചെന്ന് നഗരത്തിന്റെ കിഴക്കേ വശത്തെ ഇരുന്നു. അവനായിരുന്ന പട്ടണത്തിൽ നിന്ന് അല്പം കൊണ്ട് മാറി കിഴക്കേ വശത്ത് ചെന്നിട്ട് അവിടെ ഒരു കുടിലുണ്ടാക്കി. ഇവൻ തന്നെ അവിടെ എന്തോ ഉണ്ടാക്കി? തട്ടിക്കൂട്ടി ഒരു ടെന്റ് അടിച്ചു, കുടിലുണ്ടാക്കി. നഗരത്തിന് എന്തു ഭവിക്കുമെന്ന് കാണുവോളം അതിൻ കീഴെ തണലിൽ പാർത്തു. ആ ടെന്റ് അടിച്ച് കൂടുണ്ടാക്കി അവിടെ പാർത്തു. നേരെ കിഴക്ക് മാറിയ നിന്ന് അങ്ങോട്ട് നോക്കി, ആ നിനവയ്ക്ക് വല്ലോ സംഭവിക്കുന്നുണ്ടോ, അതോ മാനസാന്തരപ്പെട്ട് അങ്ങനെ തന്നെ വിടുതലായോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്കെ കൽപ്പിച്ചുണ്ടാക്കി. അത് അവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. 6-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. യോനെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കാൻ തക്കവണ്ണം ദൈവം ആ സ്ഥലത്ത് ഒരു തണലിന് വേണ്ടി മരത്തെ എന്ത് ചെയ്തു? കൽപ്പിച്ചാക്കി. ബൈബിൾ പറയുന്നു, ഒറ്റ രാത്രി കൊണ്ട് അത് വളർന്ന് എന്ത് ചെയ്തു? പൊങ്ങി. ഇംഗ്ലീഷിൽ പറയുന്നു, യോനയുടെ ഡിസ്കംഫർട്ടിൽ നിന്ന് അവനെ വിടുവിക്കാൻ. അവൻ അസ്വസ്ഥമായിട്ടിരിക്കുക. അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന യോനെ വിടുവിക്കാനായി, അവനൊരു ആശ്വാസം കണ്ടെത്താനായി അവൻ അടിച്ച ടെന്റിന് മീതെ ഒറ്റ രാത്രി കൊണ്ട്, അതായത് ഒരു പടർന്ന് പന്തലിക്കുന്ന ഫലങ്ങളെ കൊണ്ട് നല്ല തണല് കിട്ടുന്ന ഒരു ചെടിയാ, അത് ഒറ്റ രാത്രി കൊണ്ട് ഒരു നേരം കൊണ്ട് എന്ത് ചെയ്തു? വളർന്നങ്ങ് പന്തലിച്ചു. ഇവന് വലിയ സന്തോഷമായി. അപ്പം നമ്മുടെ ദൈവം തന്റെ ജനത്തിന്റെ, ആ വാക്ക് കാണാം, യോനെ അവന്റെ സങ്കടങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് ഒരു തണലാകേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്കെ കൽപ്പിച്ചുണ്ടാക്കി. അവനും മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. ദൈവം കൽപ്പിച്ച നിനക്ക് ആശ്വാസമായി, നിനക്ക് വിടുതലാകാൻ, നിന്റെ സങ്കടം വിടുവിപ്പാൻ, നിന്റെ ഡിസ്കംഫോർട്ട് മാറ്റാൻ ദൈവം ചിലത് നിനക്ക് വേണ്ടി, ദൈവം കൽപ്പിച്ചാൽ ചിലത് വളർന്നു വരും. ദൈവം കൽപ്പിച്ചാൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഇതിനൊരു ആത്മീയ ദൂത് പറയാം. ഹല്ലേലൂയ. ദൈവജനം ഒന്ന് ശ്രദ്ധിച്ചേ. അവനൊരു കുടിലുണ്ടാക്കി, ഒരു വീടുണ്ടാക്കി, ടെന്റ് ഉണ്ടാക്കി, അതിൻ്റെ അകത്ത് താമസിക്കുക. അവിടെ താമസിക്കുമ്പോഴും ചൂട് കാരണം, വേദന കാരണം മനസ്സിനാകെ കൂടി ഒരു അസ്വസ്ഥതയാ. അതുകൊണ്ട്
അവന്റെ വീടിന് മീതെ കൽപ്പിച്ച് ഒരു തണൽ മരം വളർന്ന് മണിക്കൂർ കൊണ്ട് ദൈവം സെറ്റ് ചെയ്തെങ്കിൽ നിന്റെ വീട്ടിന്റെ അകത്ത് നീ അസ്വസ്ഥപ്പെടുന്ന, നിന്റെ വീട്ടിന്റെ അകത്ത് നീ ഭാരപ്പെടുന്ന, നിന്റെ വീടിനകത്ത് നീ ഡിസ്കംഫർട്ടായ, നിന്റെ വീടിന്റെ അകത്ത് നീ സങ്കടങ്ങളിൽ നിന്ന് നിന്നെ വിടുവിപ്പോൾ ദൈവം ചിലത് കൽപ്പിച്ചാൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ദൂതിനെ എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട്? എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് ഇത് പറയാൻ ഈ മെസ്സേജ് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നീ പാർക്കുന്ന വീടിന്റെ, നിന്റെ സങ്കടത്തിന്റെ അകത്ത് നീ ഡിസ്കംഫർട്ടായിട്ട് താമസിക്കുന്ന നിന്റെ കൂടാരത്തിന് മീതെ നിനക്ക് തണലേകാൻ എന്റെ ദൈവം ചിലതിനെ ഈ ദൂത് നിറവേറട്ടെ, ഈ ദൂത് നിറവേറട്ടെ, ഈ ദൂത് നിറവേറട്ടെ, ഈ ദൂത് നിറവേറട്ടെ, ഈ ദൂത് യേശുവിന്റെ നാമത്തിൽ ചില മേഖലകളുടെ മേൽ മകളെ ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ഈ ദൂത് പറയുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ കുടുംബത്തിന് മീതെ ആശ്വാസത്തിന്റെ തണലേകാൻ ദൈവകരം, ദൈവത്തിന്റെ കരം എത്ര പേര് ഇന്ന് പകൽ വിശ്വസിക്കുന്നു? ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ ഈ സ്റ്റേജ് മുതൽ ശുശ്രൂഷകർ മുതൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എനിക്ക് സമയമില്ല, തൊട്ട് ഞാൻ പ്രവചിക്കുക. നീ വിശ്വസിക്കാൻ തയ്യാറായാൽ, നീ താമസിക്കുന്ന വീട്ടിൽ ഡിസ്കംഫർട്ട് ആയിട്ട്, നീ താമസിക്കുന്ന വീട്ടിൽ അസ്വസ്ഥപ്പെട്ട്, നീ വിടുവിച്ച് സങ്കടത്തിലിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നീ താമസിക്കുന്ന വീടിന് മീതെ ചിലത് ആശ്വാസത്തിൻ്റെത് വളർന്നു പൊങ്ങാൻ Jesus, സംഭവിക്കട്ടെ. അത് കണ്ട് യോന അത്യന്തം സന്തോഷിച്ചു. യോനയുടെ പുസ്തകത്തിൽ ഒരു അടയാളം, നിനക്ക് ഒറ്റ രാത്രി കൊണ്ട് നിനക്ക് കംഫർട്ട് തരാൻ, നിന്റെ അസ്വസ്ഥപ്പെട്ട ഭവനത്തിൽ, നീ താമസിക്കുന്ന കൂടാരത്തിൽ ചിലത് വളർന്ന് പന്തലിച്ചാക്കാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽ ആരാധിക്കുന്ന ചിലതിനെ നോക്കി വിളിച്ചു പറയുന്നു, ദൈവം വിശ്വസ്തനാണ്. ഏറ്റെടുത്തോ ഈ ദൂതിനെ, നിങ്ങളുടെ കൂടാരത്തിൽ ഏറ്റെടുത്തോ, കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തോ ഈ ദൂത്. ഈ വിടുതൽ നടക്കുന്നത് ഞാൻ പറയുമ്പോൾ മാത്രമല്ല, പറയുമ്പോൾ ദൈവസാന്നിധ്യം ചലിക്കും. വിശ്വസിച്ചുകൊണ്ട് പോകുമ്പോൾ ഇത് ചലിച്ചുകൊണ്ടിരിക്കുന്നത്, വിശ്വസിച്ച് പോകുമ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. പറയുന്ന വാക്കിനെ ഏറ്റെടുത്താൽ അത് വ്യാപരിക്കാൻ തുടങ്ങും. മീറ്റിംഗ് 1 മണിക്കോ 1:15 ആശീർവാദം പറയും, പക്ഷെ വചനത്തിന് ശക്തിയുണ്ട്, അത് ക്രിയ ചെയ്യും. പവറാണ്, അത് വ്യാപരിക്കും. ഇനി ശ്രദ്ധിച്ച് അവസാന മിനിറ്റിലേക്ക് വരിക. എല്ലാം മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. യോനയുടെ പുസ്തകം പോലെ ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവം കാണുന്ന പുസ്തകം വേറെയില്ല. അതാ യേശു കർത്താവ് പറഞ്ഞത് യോനയുടെ അടയാളം നോക്കിയോണെ. ആശ്വാസം കിട്ടിയേ, ദൈവം ഒരു പാഠം കൂടെ പഠിപ്പിക്കാം. ഞാൻ വിചാരിച്ച നിന്റെ വീട്ടിൽ ആശ്വാസം തരാൻ സെക്കൻഡ് മതി. ഇനി യോനയുടെ വിഷയം ഒന്ന് പരിഹരിക്കണമല്ലോ. അടുത്ത വാക്യം വായിച്ചേ, അടുത്ത വാക്യം എല്ലാവരും ശ്രദ്ധിച്ചേ, ഉറക്കെ വായിച്ചു. പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി, അത് ആവണക്കെ കുത്തിക്കളഞ്ഞു, അത് വാടിപ്പോയി. പിറ്റേ ദിവസം നോക്കിയപ്പോ മൊത്തം പുഴുവും. അത് മൊത്തം കഴിച്ച് യാവണക്ക് എന്ത് ചെയ്തു? നിമിഷ നേരം കൊണ്ട് ആശ്വാസം കിട്ടിയ മരം എന്ത് ചെയ്തു? അയ്യോ, അതെന്താ? സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റെ കൽപ്പിച്ചു വരുത്തി. അവിടെ ഒരു കാറ്റടിപ്പിച്ചായിരുന്നു. ആ കാറ്റിന്റെ ഗുണം കൊണ്ടാണ് ഇപ്പം വീണ് മാനസാന്തരപ്പെട്ട് മത്സ്യത്തിന്റെ വായിക്കത്തായത്. പക്ഷെ വീണ്ടും കൊണ്ട് യഥാർത്ഥ മാനസാന്തരമായില്ല. അടുത്ത കാറ്റ്, ഒന്നാതെ തണൽ വൃക്ഷം ആവണക്ക് ഉണങ്ങിപ്പോയി. അതിശക്തമായി ഉഷ്ണക്കാറ്റ് അങ്ങ് അടുപ്പിച്ചപ്പോഴത്തേക്ക് വെയിൽ യോനയുടെ തല
തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. അപ്പൊ അതിൽ ഒരു കാര്യം മനസ്സിലാക്കാം. ഈ ആദ്യം പണിഞ്ഞ ടെന്റ് ഇല്ലയോ, നമ്മുടെ ഈ ഓലയൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത്. അവ ഇതുവരെ വെയിൽ കിട്ടാതിരുന്നത് എന്തുകൊണ്ടാ? ആവണക്ക് അതിന്റെ മേലെ എന്ത് ചെയ്തു? നമ്മളിലെ മണിപ്ലാന്റ് ചെടിയോ മറ്റേതൊക്കെ വളർന്ന് പിടിച്ചൊക്കെ ചേടി പിടിച്ചിരിക്കുന്ന പോലെ പടർന്ന് പിടിച്ചിരിക്കുകയാണ്. ലവൻ ഉണങ്ങിപ്പോയപ്പോഴത്തേക്കും മേളത്തെ സൂര്യൻ എവിടെ അടിച്ചു? വീട്ടിന്റെ അകത്തിരിക്കുന്ന യോനയുടെ ഉച്ചയ്ക്ക് അടിച്ചു. അത് നിമിത്തം അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നെന്ന് പറഞ്ഞു. ദൈവം യോനയോട്, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. എല്ലാവരും ശ്രദ്ധിച്ചോ. ആ വാക്യം ഒന്ന് കാണിച്ച്. അവൻ, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അതിന് യഹോവ, അതിന് 10ാമത്തെ വാക്യം, അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ നീ വളർത്തിയോ ചെയ്യാതെ ഒരു രാത്രി ഉണ്ട് ഉണ്ടായി വരികയും ഒരു രാത്രി നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവല്ലോ. യോനെ, നീ നട്ടിട്ടില്ലാത്ത, നീ അധ്വാനിക്കാത്ത, നീ വളർത്താത്ത ആവണക്ക് ഒറ്റ രാത്രി കൊണ്ട് വളർന്നു വന്ന്, നീ ഒന്നും ചെയ്യാത്ത ഒറ്റ രാത്രി കൊണ്ട് ഉണങ്ങിപ്പോയപ്പോ ആവണക്കിനെ കുറിച്ച് നിനക്കെന്താ ഇത്ര ആവലാതി? നിനക്കെന്തൊരു അയ്യോഭാവം തോന്നുന്നേ? എന്തിനാ ദൈവമേ ആവണക്ക് കത്തിച്ച് കളഞ്ഞത്, പുഴുവ് തിന്നത്? നീ നട്ടതാണോ? അല്ല. നീ വളർത്തിയതാണോ? അല്ല. നീ എന്തെങ്കിലും ചെയ്തിട്ടാണോ നശിച്ചേ? അതുമല്ല. ഒന്നും ചെയ്യാത്ത ആവണക്ക് വളർന്നു വന്ന് നശിച്ചു പോയതിന് നിനക്കെന്താ ഇത്ര ബുദ്ധിമുട്ട്? എന്നിട്ട് ദൈവം പറഞ്ഞ വാക്ക് 11. വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. അതായത് ഇടങ്കൈ വലങ്കൈ അറിയാത്ത അർത്ഥം ഞാൻ ആത്മീയ അന്ധത, സ്പിരിച്വൽ ഡാർക്ക്നെസ്. ആത്മീയ അന്ധത കിടക്കുന്ന ഇടത് കൈ വലത്, പാപം ഏതാ നന്മ ഏതാ തിന്മ ഏതാന്ന് തിരിച്ചറിയാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരും അതിന്റെ മൃഗങ്ങളുമുള്ള നിനവേ പട്ടണം. അത് ഹല്ലേലൂയ, അത് എന്റെ സ്വന്തം ജനമാ, ഞാൻ സൃഷ്ടിച്ച സൃഷ്ടിയാണ്. ഹല്ലേലൂയ, അതിനോട് എനിക്ക് മനസ്സലിവ് തോന്നിക്കൂടായോ? ഹല്ലേലൂയ, നീ സൃഷ്ടിക്കാത്ത, നീ വളർത്താത്ത ആവണക്ക് കരിഞ്ഞു പോയപ്പോ നിനക്ക് വിഷമം ഉണ്ടായെങ്കിൽ എന്റെ ഹല്ലേലൂയ, എന്റെ സൃഷ്ടിയായ എന്റെ മക്കളായ ഈ ജനം നശിച്ചു പോകുന്നതിൽ എനിക്ക് മനസ്സലിവ് കാണിച്ചൂടെ? പിന്നെ എന്തിനാ ഞാൻ അവർക്ക് അനർത്ഥം മാറി എന്ന് പറഞ്ഞ് നീ എന്തിനാ വിഷമിക്കുന്നേ? ദൂത് കേട്ട് അവര് സമർപ്പിച്ചു എന്ന് നീ എന്തിനാ വിഷമിക്കുന്നേ? എടാ, ഒന്നും വളർത്താത്ത, നീ ചെയ്യാത്ത ഒരെണ്ണം നശിച്ചു പോയപ്പോ, ആവണക്ക് നശിച്ചു പോയപ്പോ നിനക്ക് വേദന ഉണ്ടെങ്കിൽ എന്റെ സ്വന്തം രക്തം അല്ലെങ്കിൽ ഞാൻ ഉളവാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിച്ച മനുഷ്യ ജാതിക്കകത്ത് ഹല്ലേലൂയ ഇത്രയധികം വിഷമം നശിച്ചു പോകുന്നതിൽ എനിക്ക് തോന്നിക്കൂടായോ? അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? തന്റെ ജനം നശിക്കാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ദൈവം തന്റെ ജനത്തോട് മനസ്സലിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ, യേശു കർത്താവിന്റെ ഉപമ കണ്ടല്ലേ? ഹല്ലേലൂയ, ഒരു മനുഷ്യന് 100 ആടൊന്നുണ്ടായിരിക്കട്ടെ, അതിൽ ഒരെണ്ണം നഷ്ടപ്പെടുമ്പോ 99 എനിക്കുണ്ടല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഇടയനല്ല, നല്ല ഇടയൻ 99 മാറ്റി വെച്ചിട്ട് നഷ്ടപ്പെട്ട ഒന്നിനെ തേടി അത് കാട്ടിക്കിടക്കുകയായിരിക്കാം, വള്ളിയിൽ കുടുംബ് കൊരുങ്ങിക്കിടക്കുകയായിരിക്കാം, ചിലപ്പോ ദുഷ്ടമൃഗം അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയമായിരിക്കാം. അവിടുന്ന് പിടിച്ചെടുത്തു കൊണ്ടുവന്ന് 99 കൂട്ടത്തിൽ കൊണ്ടെത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതാ അങ്ങനാണെങ്കിൽ ഒരാളും ചെറിയൊരുത്തൻ, എന്നിട്ട് യേശു ഇങ്ങനെ പറഞ്ഞത്, ചെറിയൊരുത്തനും നശിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 99 നടത്തിക്കൊണ്ടു പോയപ്പോ ഒരെണ്ണം കുറവുണ്ടെന്ന് കണ്ടപ്പോ 99 മരുഭൂമിയിൽ ഇട്ടിട്ട് തേടിപ്പോയിട്ട് പിന്നെ നടത്തിക്കൊണ്ടല്ല വരുന്നത്, കുടുങ്ങിക്കിടക്കുന്ന നിന്നെ കരത്തിലെടുത്ത് മാർവോട് ചേർത്ത് വെച്ച് തിരിച്ച് 99 നടന്നെടുക്കുന്ന ഒരു നല്ല കർത്താവാ. കർത്താവ് പറഞ്ഞേ, എന്നിട്ട് ആ ഉപമ പറഞ്ഞിട്ട് പറഞ്ഞു, സ്വർഗസ്ഥനായ ദൈവം ഒരു ചെറിയ ആള് പോലും നശിച്ചു പോകാൻ, ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് ഏത് ജാതിയിൽപ്പെട്ടവനാണ്, ഏത് അനുഭവത്തിൽപ്പെട്ടവൻ, അവനും കൂടെ രക്ഷപ്പെടണമെന്നാണ് ഈ നല്ല നാഥൻ ആഗ്രഹിക്കുന്നത്. എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? അതാ കർത്താവ് പറഞ്ഞു, ഒരു സർവ്വലോകം നേടിയാലും ചിലർക്ക് ചിലർക്ക് വലിയ ആൾക്കാരോട് സുവിശേഷം പറയാൻ പേടിയാണ്.
പാസ്റ്റർ അവർക്കെല്ലാം ഭയങ്കര ഇവിടെ കാശുണ്ടായി, അത് ഭൂമിയിലേ ഉള്ളൂ. അവന്റെ അകത്തൊരു ആത്മാവുണ്ട്. അത് ഈ നല്ല വേണം, എല്ലാ കാര്യങ്ങൾക്കും വേണം, പക്ഷെ അത് ഈ ഭൂമി കൊണ്ട് തീരും. അകത്തെ മനുഷ്യന്റെ ആത്മാവ്, അതിന് നിത്യതയുണ്ട്. അത് രക്ഷപ്പെടണമെങ്കിൽ യേശു വേണം. ഒരുവൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവിടാണ് സുവിശേഷത്തിന്റെ ശക്തി കിടക്കുന്നത്. ഇന്ന് പകൽ നമ്മുടെ ദൈവം മനസ്സിലേറിയത്. യോഹന്നാന്റെ പുസ്തകം പറയുന്നു, ഒരുത്തൻ പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന്ന് ഒരു ഇതുണ്ട്, നമ്മൾ ഒരു ദൗത്യം ഏറ്റെടുക്കണം. നശിച്ചു പോകുന്ന ജനത്തോട് ഈ കർത്താവിനെ കാണിച്ചു കൊടുക്കണം. എത്ര റെഡിയാ? നമ്മളെല്ലാം ഒരു സുവിശേഷ വിളിയാ ദൈവം വിളിച്ചേക്കുന്നത്. ഒരു ട്രാക്ട് കൊടുക്കുന്നത്, ഒരു നോട്ടീസ് കൊടുക്കുന്നത്, മീറ്റിങ്ങിന് വിളിച്ചോണ്ട് വരുന്നത് ആണ് അവൻ നശിക്കാതിരിക്കാം. എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടം ഒരുത്തനോട് നശിച്ചു പോകരുത്. 99 വലിയ വിലയേറിയാണ് നഷ്ടപ്പെട്ട ഒന്ന്. ഒരിക്കൽ കൂടെ പറയുന്നു, ഹല്ലേലൂയ, 99 വിലയേറിയതാണ് അതിന്റെ അകത്തുനിന്ന് നഷ്ടപ്പെട്ട ഒരെണ്ണം. അവൻ നാശത്തിലേക്ക് പോകും.